സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഒരു മാസം കൊണ്ട് തുടർച്ചയായിട്ട് മാതാവിന്റെ സന്ദേശം 485 സന്ദേശം നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുകയാണ്. ഈ വർഷങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്നതില് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വർഷങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോഴ് തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഭൂചലനം ഉണ്ടാകുന്നു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് കഴിഞ്ഞ ഒമ്പതാഴ്ച ഞാൻ നിങ്ങളോട് ചോദിച്ച് ഫിലിപ്പീൻസിലുണ്ടായ കൊടുങ്കാറ്റ് ഇവിടെ ഉണ്ടാവുമോ? അത് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് ലോകത്തിൽ ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഭയമല്ല. ദൈവത്തോട് കൂടെ ഒരുവൻ ചേർന്നാല് ആ ചേരുന്ന വ്യക്തിക്ക് ഭയം ഉണ്ടായിരിക്കില്ല. കാരണം എല്ലാം ദൈവം സംരക്ഷിച്ചോളെന്നായിരുന്നു നടത്തും. എന്നാൽ ഇന്ന് പിശാച് മനുഷ്യനിലേക്ക് പ്രവേശിച്ചിട്ട് ഭയം എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. മാതാപിതാക്കളെ പേടിയില്ല, ദൈവത്തെ പേടിയില്ല, സ്വന്തം ജീവനെ പോലും പേടിയില്ല. ജീവിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടോ ചെറുപ്പക്കാർക്ക്? ഉണ്ടോ? അവര് കയറിയുണ്ടോ വണ്ടിയിലേക്ക് കയറി ഇങ്ങനെ അഭ്യാസം കാണിച്ച് ചീറ്റിപ്പോകുന്ന പോലെ പോവുക, ചത്തുപോവുക. എന്താ കാര്യം? അവർക്ക് ദൈവഭയമോ അനുസരണയോ ഒന്നും ഇല്ല. ലോകത്തിൻ്റെതായ ജീവിതം നയിക്കാനായിട്ട് തയ്യാറാകുന്ന മാതാപിതാക്കള് ദൈവത്തെ അല്ല കൊടുക്കുന്നത്, ലോകത്തെയാണ് കൊടുക്കുന്നത്. ലോകത്തിന്റെ അറിവ്, ലോകത്തിന്റെ ജ്ഞാനം. എഞ്ചിനീയറാകണം, മജിസ്ട്രേറ്റ് ആകണം, ഇതേപോലെ ഉന്നത സ്ഥാനപതികളൊക്കെ ആകണം എന്ന് പറയുമ്പോഴ് ഈ സ്ഥാനപതികൾ ദൈവത്തെ അറിയുന്നുണ്ടോ? ദൈവത്തെ അറിയുന്നവരാകുമോ? ഒരിക്കലും ആവില്ല. അവര് മാതാപിതാക്കൾ എന്തിനാണോ വഴി നടത്തുന്നത് ആ വഴിയിലെ നീ ചെന്ന് എത്തത്തോടെ പെട്ടുപോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും അനർത്ഥം വരുമ്പോഴ് ദൈവമേന്ന് പറയുന്നത് ഓടിയാല് ഒരു കാരണവശാലും എങ്ങും ചെന്ന് എത്തത്തില്ല. എത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. അതുകൊണ്ടാണ് വേണ്ട രീതിയിൽ മുന്നറിയിപ്പുകൾ ദൈവം തന്നുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ എങ്ങനെ സജ്ജമാകണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 18:20 പറയുന്നുണ്ട്, എന്റെ നാമത്തിൽ 2 or 3 പേര് എവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. യേശുവിന്റെ നാമത്തില് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യുമ്പോഴ് ദൈവം ഇടപെടുകയും ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങള് തരികയും ചെയ്യുന്നതുകൊണ്ടാണ് ഒരു അപേക്ഷകത്ത് ഉപകാരത്തിനൊക്കെ വായിച്ച് മാറ്റങ്ങളിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കുരുട്ടുബുദ്ധി കാണിക്കാനായിട്ട് ആളന്മാര് തയ്യാറായി വരുന്നത്. എനിക്ക് പോകാൻ പിന്നെ സമയമില്ല, അതുകൊണ്ട് ഈ എഴുത്തങ്ങോട്ട് നിട്ടേര്, അല്ലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേര്. നമുക്ക് പോകാനായിട്ട് സമയമില്ല. നമ്മുടെ സമയം എന്തേ? നമ്മള് സമയമില്ലെന്ന് പറയുന്നത് നമ്മുടെ ആർത്തി കൊണ്ടാണ്. ലോകം പിടിച്ചടക്കാനുള്ള ആർത്തി കൊണ്ടാണ് സമയമില്ല എന്ന് പറയുന്നത്. സമയമില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീരോടുകൂടിയായിരിക്കും പിന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നത്. കാരണം ഇത് പറയുന്നത് ദൈവത്തോടാണെന്ന് ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മള്
ഒരേന്നിനും ഒരേ കാലഘട്ടം ദൈവം തന്നിട്ടുണ്ട്. അതാ സഭാപ്രസംഗ ദിവസം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. വീട് വെക്കാനും വീട് വിൽക്കാനും സ്ഥലം മേടിക്കാനും മുറ്റം തൂക്കാനും കല്ല് പിറകി കളയാനും എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയാസമയങ്ങളിലാണ് അതെല്ലാം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ 8 മണിക്കോ 7 മണിക്കോ കുളിക്കുന്ന ആള് ഉച്ചയ്ക്ക് 12 മണിക്കും 2 മണിക്കും കുളിക്കാനായിട്ട് തുടങ്ങിയാല് എന്തിന്റെ തുടക്കമാ അത്? വട്ടായി ചെറുതായിട്ട് മാനസിക പ്രശ്നമായതുകൊണ്ടാണ് ഈ ക്രമങ്ങളെല്ലാം തെറ്റിപ്പോകുന്നത്. ആഹാരം കഴിക്കത്തില്ല, കുടിയില്ല, നനയില്ല, ക്രമം തെറ്റിയുള്ള കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുടിയേ ഇല്ലാതാവും, ആഹാരമേ കഴിക്കാതാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഔദാര്യം കൊണ്ട് നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിയിലൊക്കെ നിലനിന്ന് മുന്നോട്ട് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ പോകുന്നത്. ഒരുവനെ നമ്മൾ വട്ടനാ ഭ്രാന്തനാ എന്നൊക്കെ പറയുമ്പോഴ്, വിളിക്കുമ്പോഴ്, സംബോധന ചെയ്യുമ്പോഴ് ഓർക്കണം, നാളെ ഈ അവസ്ഥ എനിക്കാണ്. റോമാലേഖനം 2:1 പറയുന്നുണ്ട്, മനുഷ്യ നീ ആര് തന്നെ ആയിരുന്നാലും അവരിനെ വിധിക്കുന്ന നിനക്ക് ന്യായീകരണമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഇവിടെ എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് കർത്താവ് തന്നെ സന്ദേശം തന്ന് ഈ സന്ദേശം ശക്തമായ രീതിയിൽ ഇവിടെ പറഞ്ഞ് അങ്ങനെ പറയുന്നവരെയും കൂടുതലുണ്ടെന്ന് തന്നെ കർത്താവ് വെളിപ്പെടുത്തി. മിണ്ടിയില്ല. വീണ്ടും ഞാൻ പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ, കായംകുളം വിടുന്നതിന് മുമ്പേ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇവിടുന്ന് പോകാൻ പറ്റുന്നുള്ളൂ. ഞാന് 1-2 വ്യക്തികൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ബ്രദറെ ഞങ്ങൾ കായംകുളം ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്നിട്ട് 9 മണി വരെയും വണ്ടി കിട്ടിയില്ല. 10 മണിയായി കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോഴ് കാരണം നമ്മള് ദൈവത്തോടാണ് വെല്ലുവിളിക്കുന്നത്, മനുഷ്യനോടല്ല. ഈ ഒന്നാണെന്ന് നീ ചിന്തിക്കുമ്പോഴ് ക്രിസ്തുവിന് അവിടെ ഒരു വിലയില്ലാതായി തീരുകയാണ്. ഇത്രമാത്രം പീഡനമേറ്റ ഒരു ദൈവം, ഇത്രമാത്രം വേദന സഹിച്ച ഒരു ദൈവം വേറെ ഏതെങ്കിലും ദൈവത്തെ നിനക്ക് കാണിക്കാൻ സാധിക്കുമോ? പിന്നെ ഏത് രീതിയിലാണ് നീ എല്ലാം ഒന്നാണെന്ന് പറയുന്നത്? എങ്ങനെയാണ് എല്ലാം ഒന്നാകുന്നത്? ഇത്രമാത്രം വേദന സഹിക്കുകയും പീഡനം സഹിച്ച ഒരു ദൈവത്തെ നീ കാണാനായിട്ട് തയ്യാറാകുമ്പോൾ അതിനെ കണ്ണടച്ചിരുട്ടാക്കുന്നതാണ്. ഇസ്രായേൽ ജനങ്ങളിൽ തന്നെ ഒരുപാട് പേര്, 25,000 പേര് വിഷമത്തിലേക്ക് മരിച്ചുപോയി. ദൈവത്തെ ഒരു കാളക്കുട്ടിയുടെ രൂപത്തില് ആരാധിക്കാനായിട്ട് തയ്യാറായത് കൊണ്ടാണ് 25,000 ജനങ്ങള് നിമിഷ നേരം കൊണ്ട് വിഷമം വെച്ച് മരിക്കേണ്ടി വന്ന. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന നീ എല്ലാം ഒന്നാണെന്ന് പറഞ്ഞാൽ കുടുംബം പോലും തകരുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. നീ തന്നെ നശിക്കുകയും മറ്റുള്ളവരെ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ അറിയാമെങ്കിൽ വാ തുറക്കാവുള്ളൂ, മിണ്ടരുത്. അറിയാമെങ്കിൽ മാത്രമേ നീ വാ തുറക്കാവുള്ളൂ, ഇല്ലെങ്കിൽ മിണ്ടരുത്. കാരണം യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ദൈവവിശ്വാസം എന്ന് പറഞ്ഞ് ജനങ്ങള് വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിന് മുമ്പ് എല്ലാ മനുഷ്യനും വിശ്വാസം പ്രകടിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രകൃതമായിരുന്നു അന്നുണ്ടായിരുന്നത്. മൃഗബലിയും പക്ഷിമൃഗാദികളെയൊക്കെ ബലിയർപ്പിക്കുകയും ഹോമം നടത്തുകയും പൂജ നടത്തുകയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടങ്ങൾ. അതിലൂടെയൊക്കെ ദൈവം സംപ്രീതനാകുമെന്നുള്ള ചിന്ത. എന്നാല് മനുഷ്യന്റെ പാപം മനുഷ്യ രക്തത്തിലൂടെ അല്ലാതെ മോചനം ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് പിതാവായ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ചതും ബലിയായി തീരാനായിട്ട് അവിടെ നിന്ന് അനുവദിച്ചത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നത്, ആകാശത്തിന്റെ കീഴില് ഭൂമിക്ക് മേളില് മാനവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു നാമവും
നൽകപ്പെട്ടിട്ടില്ല. ഈ ഒരു വചനം വായിച്ചു കഴിഞ്ഞപ്പോഴ് ഞാൻ തന്നെ ആഹപ്പടെ ആശയക്കുഴപ്പത്തിലായി. ഈ ഒരു വചനം അറിഞ്ഞു കഴിഞ്ഞപ്പോഴ് ആഹപ്പടെ ആശയക്കുഴപ്പത്തിലായ കാരണം ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മേളില് മാനവരക്ഷയ്ക്കുള്ള മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് രക്ഷ പ്രാപിക്കുക? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആരാണ് രക്ഷ പ്രാപിക്കുക? മനുഷ്യൻ തന്നെ മനുഷ്യനെ മതമെന്ന് ചിത്രീകരിച്ചുകൊണ്ട് പല ദൈവങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് തിരിഞ്ഞ്. ദൈവമല്ല മതം സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവമല്ല മതത്തിന്റെ അവകാശി, മനുഷ്യൻ തന്നെയാണ് മതത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെയാണ് മതം എന്ന് സംബോധന ചെയ്യുന്നത്. മനുഷ്യൻ തന്നെ അവനിഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായിട്ട് ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ വിളിക്കുന്നതാണ് ശരി എന്നവര് സ്ഥാപിക്കാനായിട്ട് തയ്യാറായി. അതുകൊണ്ടാണ് സമാധാനം തേടി ഏതെങ്കിലും കല്ലിന്റെയോ മരത്തിന്റെയോ ചവിട്ടി കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ചിട്ട് അവിടെ നിന്ന് സമാധാനം കിട്ടുമെന്ന് ആശ്വസിക്കുന്നു. സത്യം എന്തുവാണെന്ന് എനിക്ക് തിരിച്ചറിയില്ല. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ഒരേ ദിവസം ചെല്ലുന്തോറും പിശാച് വഞ്ചിച്ച് കൂടുതൽ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഇതാ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നെന്ന് പറയാനായിട്ട് തയ്യാറാകുകയും ചെയ്യുന്നത്. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കുന്നവന് മാത്രമേ ഞാൻ നിന്റെ അപ്പനാണല്ലേ അമ്മയാണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രസവിച്ച അമ്മയ്ക്ക് മാത്രമേ അമ്മയെന്ന സ്ഥാനം സ്വീകരിക്കേണ്ട സാധിക്കത്തുള്ളൂ. നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിച്ചെങ്കിൽ ആ പ്രസവം കൊണ്ട് ലോകരുടെ എല്ലാം അമ്മയാകാണ്ട് സാധിക്കില്ല. ആ കുഞ്ഞിന്റെ മാത്രമേ അമ്മയാകാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വചനം ഞാനിങ്ങനെ ധ്യാനിക്കാനായിട്ട് തുടങ്ങി. കർത്താവേ, എന്തോ കാര്യം ഇതിന്റെ പിന്നിലുണ്ട്. ഇല്ലെങ്കിൽ ഈ വചനം ഇങ്ങനെ എഴുതി വെച്ചില്ലല്ലോ. 4:12 ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മേളില് മാനവരക്ഷിക്കൊണ്ട് യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലെന്ന് പറയുമ്പോഴ് ഈ ഹിന്ദു ആചാരം നടത്തുന്നവര്, മുസ്ലിം ആചാരം നടത്തുന്നവര് ഇവരൊക്കെ എവിടെ ചെന്നെത്തും? എന്തായി തീരും? അവരെന്താണ് ക്രിസ്തുവിനെ അറിയുക? ഇങ്ങനെ കർത്താവിനോട് ചോദിക്കാനായിട്ട് തുടങ്ങി നിരന്തരം. അവസാനം 3 മാസം കഴിഞ്ഞപ്പോഴ് അതിന് ഉത്തരം പിതാവ് തന്നു. അതിനുത്തരം തന്ന മറ്റൊന്നുമല്ല, പിതാവ് മനുഷ്യനെ ഭൂമി സൃഷ്ടിച്ചത് വലിയൊരു നിഗൂഢ രഹസ്യത്തിലൂടെയാണ്. ഒരു നിഗൂഢ രഹസ്യത്തിന്റെ ഉടമയാണ് മനുഷ്യൻ. ആ നിഗൂഢ രഹസ്യമായിട്ടാണ് പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ നിഗൂഢ രഹസ്യം മറ്റൊന്നുമല്ല, പിതാവായ ദൈവം ഈ ലോകത്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷയുടെ അടയാളമായിട്ടാണ് മനുഷ്യന് ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആ രക്ഷകന്റെ രൂപസാദൃശ്യത്തിലാണ് മനുഷ്യനെ പിതാവായ ദൈവം രൂപകൽപ്പന ചെയ്ത് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ രക്ഷാകര സത്യം ഒരു മനുഷ്യനും നിഷേധിക്കാൻ സാധിക്കില്ല. കാരണം ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല എന്റെ രൂപം കുരിശാകൃതി അല്ല, എന്റെ രൂപം രക്ഷയുടെ ആകൃതി അല്ല എന്ന് ഒരു മനുഷ്യന് നിഷേധിക്കാൻ പറ്റില്ല. സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു നിഗൂഢ രഹസ്യമാണ് മനുഷ്യന്റെ രൂപം. അതുകൊണ്ട് നീ ഏത് മതത്തിലായിരുന്നാലും ഏത് വിഭാഗത്തിലായിരുന്നാലും നിനക്ക് നിഷേധിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇത് തന്നെയാണ് നിന്റെ രക്ഷയുടെ വിശ്വാസം. ഈ രക്ഷയുടെ വഴിയിലേക്ക് വരുന്നതിന്റെ വിശ്വാസം
ഇത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് യേശുവിന് ഈ ഭൂമിയിൽ വന്നിട്ട് ഒരുപാട് മോചനത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൗത്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ഈ കുരിശിൽ തന്നെ വന്ന് മരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. മനുഷ്യനെ രക്ഷിക്കാൻ മറ്റൊരുപാട് വഴികളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കുരിശ് തന്നെ ഏറ്റെടുത്തത്? രക്ഷയുടെ അടയാളമായിട്ട് ഈ കുരിശ് തന്നെ ഏറ്റെടുക്കാനുള്ള കാരണം നമ്മളെ തന്നെ അളവ് നോക്കിയാൽ മതി. തല മുതൽ താഴോട്ട് ഉള്ള ലെങ്തും ഈ തോള് മുതൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തുള്ള ലെങ്ത് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. കുരിശിന്റെ ആകൃതിയാണോ അതോ വേറെ വല്ലതിന്റെ ആകൃതിയാണോ അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ കുരിശിൽ വന്ന് മരിച്ച ക്രിസ്തുവിനെ നീ കാണുമ്പോൾ കർത്താവേ, ഈ ആണികൾ എന്റെ കൈകളിലായിരുന്നെങ്കിൽ, ഈ ആണി എന്റെ കാലയിലായിരുന്നു തറച്ചതെങ്കിൽ ഞാനെങ്ങനെ സഹിക്കുമായിരുന്നു, ഞാനെങ്ങനെ അംഗീകരിക്കുമായിരുന്നത്? മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വേദന, ഓർക്കാൻ പോലും പറ്റാത്ത വേദന, അത്രമാത്രം വേദന സഹിച്ച് 3 ആണിയിൽ തൂങ്ങിക്കിടന്നിട്ട് 10 മിനിറ്റ് കരങ്ങൾ വിരിച്ചു പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. 3 മണിക്കൂറിൽ കൂടുതൽ ആ കുരിശേല് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. അവസാനത്തുള്ള രക്തം വരെ. മനുഷ്യന് ജീവൻ നൽകുന്നതാണ് രക്തം. ആ രക്തം വാർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നീ ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും നിനക്ക് ജീവൻ ഉണ്ടാകില്ല. ആ ജീവരക്തമാണ് നിന്നെ നിലനിർത്തിയിരിക്കുന്നത്. ആ രക്തമാണ് അവസാനത്തുള്ളി വരെയും എന്നെയും നിന്നെ രക്ഷിക്കാനായിട്ട് അവിടുന്ന് ചിന്തിച്ചത്. കുരിശിനെ പിശാചിന് ഭയമാണ്. എന്നാൽ പിശാചിനോട് നീ ചെങ്ങാത്തം കൂടാൻ പോയാൽ നിന്റെ കുരിശിനോടുള്ള ഭയം പിശാചിന് ഇല്ലാതായിത്തീരും. നിന്നെ എടുത്തിട്ട് പിശാച് പന്ത് തട്ടും. അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തില് നീ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ, യേശുവിന്റെ നാമം വിളിച്ചു കഴിഞ്ഞാൽ പിശാച് അവിടെ ഭയന്ന് വിറച്ച് ഓടി മാറും. ദൈവത്തിന്റെ കൃപ മനുഷ്യനിൽ എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അപ്പോഴാണ് മനുഷ്യൻ അന്ധകാര ശക്തിക്ക് അടിമയായിട്ട് മാറുന്നത്. Praise the Lord. Hallelujah. Hallelujah. അപ്പോഴേ അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്, നീ ഏത് മതത്തിലുമായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിലുമായിക്കോട്ടെ, നീ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരുമായിക്കൊണ്ടിട്ട് രക്ഷ ഒന്ന് മാത്രമേ ഉള്ളു, അതാണ് നീ. കർത്താവ് പറഞ്ഞ്, എന്നെ കാണുന്നവര് പിതാവിനെ കാണുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിങ്കിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധ്യമല്ല. കാരണം ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. ഇതാണ് ആ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നതും പഠിപ്പിച്ചു തരുന്നത്. നീ തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് നീ. ഇതാണ് വിശ്വാസ വർഷത്തില് നീ പ്രഖ്യാപിക്കേണ്ടത്. നീ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവമുണ്ട്, നീ അറിഞ്ഞിട്ടില്ലാത്ത ഒരു രക്ഷയുണ്ട്. അറിയാൻ വയ്യാത്തവരോട് ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് വിശ്വാസ വർഷം എന്ന് പറയുന്നത്. അതല്ലാതെ ആഘോഷമായിട്ട് നടത്തി സമാപിച്ച് തീർന്ന് ജനങ്ങൾ തെറ്റിദ്ധാരണയിലേക്ക് വന്നു വിശ്വാസ വർഷം നീങ്ങുക, ഈ പോണ്ട കാര്യമൊന്നുമില്ല, തീർന്നില്ലേ. Praise the Lord. Hallelujah. 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 വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദർശന അനുഭവമാണ്. ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നത് ഏതെങ്കിലും ഒരു ദർശന അനുഭവത്തിലൂടെയാണ്. ഈ ദർശന അനുഭവം ഇല്ലാതെ ഒരിക്കലും ഒരു വിശ്വാസത്തിൽ വരാൻ സാധിക്കില്ല. കേട്ട് വിശ്വാസിയാകാനായിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ഏതെങ്കിലും ഒരു ദർശന അനുഭവമാണ് നിന്നെ വിശ്വാസിയാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ട് കാലങ്ങളിലെ പ്രവാചകന്മാരെ ദൈവം ഭൂമിയിൽ അയച്ചിരുന്നു. ദൈവം ദർശിച്ചവരെയാണ് ഈ ഭൂമിയിലേക്ക് ദൈവസ്വരമായിട്ട് അയക്കുന്നത്.
പ്രവാചകന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്നു. കണ്ടിന്യൂഡല്ല. എന്താണോ ദൈവഹിതം അറിയിക്കാനായിട്ടുള്ള സമയങ്ങളിൽ പ്രവാചകന്മാരുടെ ദൈവം സംസാരിച്ചിരുന്നു. എന്നാൽ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന എല്ലാ ജനത്തിനും അവസാന നാളുകളില് പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്, അതായത് ദൈവത്തിന്റെ അതേ ജീവചൈതന്യം നിന്നിലേക്ക് നൽകും, തരും. ഈ വാഗ്ദാനമെല്ലാം ഒരേത്തരം നിഷേധിച്ച് ഈ ദൈവവാഗ്ദാനം ഇന്നും നിവർത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ ഒരിക്കലും എന്ന് ചോദിച്ചിട്ടില്ല, പിതാവേ നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമെന്ന് ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല. അവിടെ ചോദിക്കാനും പറയാനും ഉള്ളത് ലോകത്തിൻ്റെതായിട്ടുള്ള നശ്വരമായ വസ്തുക്കള്, നശ്വരമായ കാര്യങ്ങള്. ഇതാണ് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ പറയുന്ന, ചോദിക്കുവിൻ നൽകപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും. മത്തായി 7-ാമത്തെ വാക്യം. മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ നൽകപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും. ദൈവത്തെ അന്വേഷിച്ച് മാത്രമേ കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ. നീ പിതാവിനോട് ചേരണമെങ്കിലോ ദൈവസന്നിധി ചെന്നെത്തണമെങ്കിലോ പിതാവിന്റെ വാഗ്ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചേ മതിയാവും. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നീ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എപ്പോഴും വരെ ഉജ്ജ്വലിപ്പിക്കുന്നില്ല, അതുവരെയും നീ അന്ധകാര ശക്തിക്ക് അടിമയാണ്. എത്ര കുർബാന സ്വീകരിച്ചാലും എത്ര കുമ്പസാരിച്ചാലും നിന്നിലുണ്ടായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണരുന്നില്ലെങ്കിൽ നീ അന്ധകാര ശക്തിക്ക് അടിമയായിട്ട് തന്നെയാണ് ജീവിക്കുക. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് മനുഷ്യന് തന്നിരിക്കുന്നത്. അതിനെ നമ്മള് ദൈവവചനം കൊണ്ട് ഉണർത്തണം. ദൈവവചനം കൊണ്ട് നമ്മൾ അതിനെ മാറ്റണം. ദൈവവചനത്തിലൂടെ അല്ലാതെ അത് മാറി മറിയില്ല, ഒരിക്കലും മാറുന്നില്ല, മാറ്റം വരില്ല. ദൈവവചനം എവിടെ കേൾക്കുന്നോ അവിടെ എല്ലാം രൂപാന്തരീകരണങ്ങൾ സംഭവിക്കുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോസ്തലന്മാര് തലകീഴ്മേലൊക്കെ മറിച്ച് അവര് ചെയ്യുന്ന അടയാളങ്ങള്, അവര് പറയുന്ന വാക്കുകള് ജനങ്ങളെ ഒരുപാട് മാറ്റിമറിച്ച്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നു കഴിഞ്ഞാല്, ഒരുവൻ സ്വീകരിച്ചു കഴിഞ്ഞാല് അത് ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് അനേകർക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമായി തീരും. യേശുക്രിസ്തു നിങ്ങളോട് വന്നിട്ട് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഞാൻ പോകാനുള്ള ഇടങ്ങളിലേക്ക് ഇതാ ഞാൻ നിങ്ങളെ അയക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. ഞാൻ പോകാനുള്ള ഇടങ്ങളിലേക്ക് ഇതാ നിങ്ങളെ ഞാൻ അയക്കുന്നു. ആടുകളുടെ ചെന്നായ്ക്കളുടെ ആടുകൾ എന്ന പോലെ ഇതാ ഞാൻ നിങ്ങളെ അയക്കുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ദൈവത്തിന് വേണ്ടി മരിക്കാൻ ദൈവം നമ്മളെ അയക്കുക. തിരികെ പ്രഖ്യാപിക്കാനും കുറ്റം പറയാനും പരാതി പറയാനുമല്ല നമ്മളെ കൊണ്ട് യാതൊന്നിനും സാധിക്കത്തില്ല. കാരണം ദൈവത്തെ കൊഴിവെട്ടിയെറിയുന്ന ജനതകളായിട്ട് ഇന്ന് മാറി. ദൈവത്തെ കൊഴിവെട്ടിയെറിയുകയാണ്, കല്ലെടുത്തെറിയുകയാണ്. 38 വർഷം തളർന്നു കിടന്നിരുന്ന തളർവാദ രോഗി ഈശോ 3-ാം പ്രാവശ്യം ബലത്ത് വീണിട്ട് പൊങ്ങി എണീച്ച് നോക്കിയപ്പോഴ് 38 വർഷം തളർന്നു കിടന്നവരാണ് ആദ്യം വരെ കല്ലും കൊണ്ട് നിൽക്കുന്ന ഈശോയെ എറിയാൻ. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. എവിടെങ്കിലും പോയി രക്ഷപ്പെടാനായിട്ടുള്ള വഴി പറഞ്ഞ് തടയുക, നിഷേധിക്കുക, പറഞ്ഞ് മാറ്റി നിർത്തുക. പോകരുത്, വരരുത്, ചെയ്യരുതെന്ന് പറഞ്ഞ് പറയുമ്പോൾ നീ ചെയ്യുന്ന ദൈവനിഷേധമാണ്. ദൈവത്തിനെതിരായിട്ടാണ് നീ പ്രവർത്തിക്കുക. രക്ഷ എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാതെ കുതന്ത്രം കാണിക്കുന്ന ആളന്മാരുണ്ടെന്ന് ലോകത്ത്. ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് യേശുവിനെ ഒന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല, പക്ഷേ യേശു തരുന്നതിനടുത്ത് ആ കൈനീട്ടി മേടിച്ചോളാം. യേശു തരുന്ന സൗഖ്യവും വിടുതലും ഒക്കെ അത് ഞങ്ങൾ മേടിച്ചോളാം. ഞങ്ങൾക്ക് യേശോയെ ഒന്നും കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല.
നാണമില്ലാത്ത ജനത. അറിഞ്ഞ സത്യത്തെ നീ നിഷേധിച്ചിട്ട് നശിക്കാനായിട്ട് തന്നെ അച്ചാരി കിട്ടിയിരിക്കുന്ന ജീവിതം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് പള്ളിയിലോട്ട് ചാടി കയറി പള്ളിക്കുണ്ട് കാലും പിറ്റ് ചെയ്ത് പള്ളിയിൽ ചെന്നിരുന്നത് അങ്ങനെയെല്ലാം ഓക്കെ അല്ലേ? പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ലതും ഉണ്ടോ അവിടെ? ഒരു കുഴപ്പവും സംഗതിയെല്ലാം ക്ലിയർ. ഇപ്പിങ്ങോട്ട് വന്നിട്ട് കാണിക്കുന്നത് പറയുന്നത് എന്തുവാ? ഇങ്ങനെ എന്താണ് ഉള്ളതെന്ന് എനിക്ക് എഴുതിച്ചറിയാവോ? നീ എന്തിനാ സ്വീകരിച്ചെന്നറിയാവോ? പ്രപഞ്ച സിദ്ധാന്തനെയാണ് നീ നിന്റെ ഉള്ളിൽ സ്വീകരിച്ച് വന്നിരിക്കുന്നത്. എന്ത് ഗുണമാണ് അതിലൂടെ ഉള്ളത്? പരാതിയും തെറിയും ബഹളവും വഴക്കും അലസതയും കുറ്റം പറച്ചിലും പാരവെക്കലും അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഞാനിവിടെ പറയുന്നില്ലേ, പള്ളിയുടെ പരിസരം എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലമാണ്. ആ പള്ളിക്കകവും പള്ളിയുടെ പരിസരത്തേക്ക് നിന്നുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രേരണയിലുള്ള വാക്കുകളല്ലാതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല. ഇത് ബ്ലേഡ് പിരിവിനെ ഇല്ലെന്ന് അവിടെ പള്ളിയില്ല. കാരണം തലേ തുണിയിട്ടുണ്ട് അവിടെ വരും. അതുകൊണ്ട് കുത്തിനി പിടിക്കുന്നു. വരുത്തി ഇവിടെ വന്നിരുന്ന് വാവിട്ട് കരഞ്ഞത് നിത്യകുർബാനയ്ക്ക് ചെല്ലും പള്ളിയില്. ബ്ലേഡുകാരും വരും അവിടെ നിത്യകുർബാനയ്ക്ക്. എന്നിട്ട് പൈസ കൊടുക്കാനുള്ള ഈ ബ്ലേഡുകാരനും പിന്നെ കുർബാന സ്വീകരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് തെറി പറയാനായിട്ട് തുടങ്ങുന്നു. വന്നിരിക്കുന്ന ആളുടെ കുത്തിനെ പിടിച്ചോണ്ട് തെറി പറയുകയാണ്. പള്ളിമുറ്റത്ത് നിന്ന് തെറി പറയാനും കച്ചവടം നടത്താനും വേണ്ടാത്ത വാക്കുകൾ ഉച്ചരിക്കാനും ഒക്കെ ഉള്ളതാ പള്ളിമുറ്റമെന്നാണ് നമ്മുടെ ഈ വിശുദ്ധി. അതിന്റെ വിശുദ്ധി എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ വിശുദ്ധി അറിയണമായിരുന്നെങ്കിൽ അന്യാസം സഭീറായി ചത്തതുപോലെ ഒരേന്നും ചത്തു വീഴണമായിരുന്നു. അന്യാസം സഭീറായും മരിച്ചു വീണതുപോലെ ഒരേന്ന് അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങള് അതാത് സമയങ്ങളിൽ മരണത്തിന് കാരണമാകുമായിരുന്നെങ്കിൽ മനസ്സിലാക്കുമായിരുന്നു ഈ സ്ഥലം അതിവിശുദ്ധ സ്ഥലമാണ്. മുൾപ്പടർപ്പില് പടർന്ന് കത്തി എരിഞ്ഞുകൊണ്ടിരുന്ന മുള്ളുകള്, കരിയാത്ത മുള്ളുകൾ തീ കത്തിക്കൊണ്ടിരിക്കുന്ന അതിശയം കാണാൻ ആ മോശം കൂടി ആടിക്കുന്നത്. എന്നിട്ട് ആ തീയിൽ നിന്നാണ് സ്വരം വരുന്നത്. ആ സ്വരം ഇപ്പൊ നിങ്ങളിരിക്കുന്ന ഈ സ്ഥലത്തും പുറപ്പെട്ടത്. ആ സ്വരം ഇന്ന് നിങ്ങളിരിക്കുന്ന ഈ സ്ഥലത്തും ആ സ്വരം പുറപ്പെട്ടതാണ്. ഞാൻ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇതിന്റെ ഈ വാതിൽ കയറി വരുന്ന ഈ വാതിൽ ഇത് തന്നെയാണ്. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ മുസാണ്ടയും വാഴയും വേര് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നിരുന്നു അവരോട്, ഇവിടുത്തെ കുടുംബനാഥനും മക്കളും എല്ലാം ഉണ്ട്, എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിസംബർ മാസമാണ്. ആ ഡിസംബറിൽ അങ്ങനെ മഴയൊന്നുമില്ല. എന്നാൽ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങൾ പേടിക്കരുത്, ഇടിയുണ്ടാകും. അവര് പരസ്പരം കണ്ണി നോക്കി, അമ്മയും മക്കളും അപ്പനും എല്ലാം അവിടെ. എന്നിട്ട് ഇപ്പൊ ഇടി എവിടുന്ന് ഉണ്ടാകുന്നു? ഇപ്പൊ ഇടി മഴയുടെ സമയമല്ലല്ലോ. ഇത് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ഒരു ഭയങ്കരനൊരു കൊല്യാൻ മിന്നി അത് കഴിഞ്ഞിട്ട് ഒരു ഇടി വെട്ടി ആ ഇരുന്നിടം കുലുങ്ങിപ്പോന്ന അവസ്ഥയായി. ഒന്നിച്ചിരുന്ന അമ്മയും മക്കളും അപ്പനും ഒക്കെ എങ്ങോട്ടൊക്കെ ചെതറിപ്പോയെന്ന് ഒരു പിടിയില്ല. ഞാനായിരുന്ന സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിഭയങ്കരമായുള്ള മഴ തുടങ്ങി. 1.5 മണിക്കൂർ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ മുസാണ്ടയും വാഴയെല്ലാം കൂടെ നിൽക്കുന്ന ആ വാതിലിന്റെ സൈഡില് ഞാനിങ്ങനെ ആ തിണ്ണയ്ക്കിരുന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യരൂപം, ഒരു മനുഷ്യനെ തീ കത്തിച്ചാല് എങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുമോ അതേപോലെ തന്നെയുള്ള ഒരു രൂപം ആ മുസാണ്ടയുടെയും വാഴയുടെയും എല്ലാം മേളിലിങ്ങനെ നിൽപ്പുണ്ട്. എന്നിട്ട് ആ രൂപത്തിൽ നിന്നൊരു സ്വരം ഇങ്ങനെ വരുന്നുണ്ട്, എന്റെ ജനം എന്നെ അറിയുന്നില്ല, എന്റെ ജനം എന്നെ അറിയുന്നില്ല. ഏശയ്യാ 1. എന്റെ ജനം എന്നെ അറിയുന്നില്ല എന്നുള്ള ആ സ്വരം 3 പ്രാവശ്യം ഉണ്ടായി. അത് ഭയങ്കര ഇടിമുഴക്കം പോലെ
ഗാംഭീര്യ സ്വരമാണ് ആ എരിഞ്ഞോണ്ട് നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് വരുന്നത്. ഞാൻ വിചാരിച്ചത് ഇത് ഇടിമിന്നൽ കൊണ്ട് തീ കത്തിയതായിരിക്കും, വാഴയും മുസാണ്ടയൊക്കെ തീ കത്തിക്കൊണ്ട് നിൽക്കുകയാണെന്നും പറഞ്ഞ് അവിടെ കിടന്നിരുന്നൊരു പയന്റെ അടുത്ത് വേസ്കോട്ടിന്റെ കഷ്ണമെടുത്ത് ഞാൻ തലയെ വെച്ചോണ്ട് തീ കത്തിയത് നോക്കാനായിട്ട് ഇറങ്ങി മുന്നോട്ട് പോയി രണ്ടാമത് സ്റ്റെപ്പ് വെക്കുമ്പോഴ് പുറകിലൊരു അശരീര സ്വരമുണ്ടായി. മോശ മുൾപ്പടർപ്പ് കണ്ട് അതേ ദൃശ്യം തന്നെയാണ് ഇതും, നീ സംശയിക്കണ്ട. ആ ഇടത്തിലാണിന്ന് നിങ്ങൾ വന്നിരിക്കുന്നത്, ആ ഇടത്തിലാണിന്ന് ഓരോരുത്തരും വരുന്നത്. അങ്ങനെ ഇടവായതുകൊണ്ടാണ് ഇവിടെ വരാനായിട്ട് എതിർപ്പ്. വിശ്വാസ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒന്നിനും ഇവിടെ വന്നെത്താൻ പറ്റില്ല, വരച്ചില്ല ഇങ്ങോട്ട്. ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരിടം, അതുകൊണ്ടാ നേരത്തെ കണ്ട അവസ്ഥ അല്ലിത്. ഒരേ ദിവസങ്ങളിലും മാറ്റങ്ങളും വിടുതലുകളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കുടുംബനാഥൻ, ഇവിടെ താമസിച്ചിരുന്ന കുടുംബനാഥൻ നേരിട്ട് കണ്ടതാണ് യേശു കുരിശിൽ കിടന്ന് പിടയുന്നത്. യേശു കുരിശിൽ കിടന്ന് പിടയുന്നത് അതിഭയങ്കര പ്രകാശത്തിൽ കണ്ടിട്ട് കണ്ട വ്യക്തി ബോധമില്ലാതെ വീണവിടെ. അതും സംഭവിച്ചത് ഇവിടെ തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദർശന അനുഭവമാണ്, ഏതെങ്കിലും ഒരു ദർശന അനുഭവമാണ് ദൈവവിശ്വാസം. അതുപോലെ തന്നെ ദൈവം എന്ന് പറയുന്നത് വിശാലതയല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ വിശാലമായിട്ടുള്ള നല്ല ദൈവം എപ്പോഴും ഞെരുങ്ങിയതും ഇടുങ്ങിയതും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയാണ് ദൈവികത. നമ്മൾ വലിയ വിശാലത നമ്മൾ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണെന്ന് കർത്താവ് പറയുന്നു. മറ്റെന്ത് മഹാത്മ്യമാണ് ഇവിടെ ഉള്ളത്. ഈ വരുന്ന ഒരേ ജനങ്ങളും കൊണ്ടുവന്നിടുന്ന അപേക്ഷ കത്തുകൾ അത് വായിച്ച് പിറ്റേ ആഴ്ച വരുമ്പോൾ അത് ഉപകാരസ്മരണയായിട്ട് മാറുന്നു. ഇന്നും ദൈവം ജീവിക്കുന്നിടം, ഇന്നും ദൈവം നിലനിൽക്കുന്ന സ്ഥലം. ഇവിടെ നിങ്ങൾ സ്തുതിക്കുന്ന സ്തുതിപ്പിന്റെ തരംഗങ്ങൾ എപ്പോഴും ഇവിടെ നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ വളരെ സമാധാനം, ആശ്വാസം, സമാധാനം തോന്നുന്നു, ആശ്വാസം തോന്നുന്നു. പിശാചിന്റെ കെട്ടുപിട്ടെങ്കിൽ ഇതിനകത്ത് വന്ന് കയറാൻ സാധിക്കുള്ളൂ. ദൈവത്തിനൊരിക്കലും മുഖംനോട്ടമില്ല. ഇവൻ ക്രിസ്ത്യാനിയാ, ഹിന്ദുവാ, മുസ്ലിമാ വല്ലതും ഉണ്ടോ? ഏതെങ്കിലും മുഖംനോട്ടം ഉണ്ടോ? ദൈവത്തോട് ചോദിക്കുന്നവർക്ക് കൊടുക്കുകയാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന നീ ചോദിക്കുക, ഞാൻ തരും. യോഹന്നാൻ 14 അധ്യായത്തിന് 14 വാക്യം, നീ ചോദിക്കുവിൻ ഞാൻ തരും, എന്റെ നാമത്തിൽ ചോദിക്കും. പരിശുദ്ധാത്മാവിനെ ചോദിക്കാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും വീട് താ, സ്ഥലം താ, മറ്റെന്തെങ്കിലും താന്ന് പറഞ്ഞിട്ട് ചോദിക്കാനുള്ള. കാരണം ആരെങ്കിലും ചോദിക്കാൻ പാടില്ലാതാണ് ഞാൻ പറയുന്നത്. ഇന്ന് വരെ ഞാൻ ഏതെങ്കിലും പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ അപേക്ഷ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണേ, ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ ഇതുവരെ? അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, ഇതിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. നമ്മൾ ദൈവത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ ദൈവമാണ് നടത്തുന്നത്, നയിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളിലുണ്ടെങ്കിൽ ദൈവഭക്തന് യാതൊന്നിന്റെയും കുറവ് ഉണ്ടായിരിക്കില്ല. ഏതെങ്കിലും ഒരാളോ രണ്ടാൾക്കോ പറയുന്നതാണോ? ഈ വന്നിരിക്കുന്ന ഒരേ തർക്കം വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ദൈവം, നിങ്ങൾ ദൈവഭക്തരായി തീരുക. ഏത് രീതിയിൽ നിങ്ങൾ ഉയരുമെന്നുള്ളത് അനുഭവത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നടന്നുണ്ടാക്കുന്നതൊന്നും ആയിരിക്കില്ല ദൈവം തരുന്നത്. ഈ മനസ്സിൽ ചിന്തിക്കുന്നത് പോലും ദൈവം തരും. എത്രയോ കാലം കൊണ്ട് പള്ളിയിൽ പോകുന്നു, എത്രയോ കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, എന്താ കാര്യം കിട്ടാത്തത്? എന്താ ലഭിക്കാത്തത്? തിരിച്ചറിയുന്നില്ല. ദൈവം ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഞാൻ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ പോകണമെന്നോ അറിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നിന്റെ തലമുറ പോലും നശിക്കും.
തലമുറ പോലും നശിച്ചു പോകും, രക്ഷപ്പെടയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ അറിഞ്ഞ് ദൈവത്തെ നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോഴ്, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരുമ്പോഴ് നിങ്ങൾ ഈശോയെ അറിയുക, യേശുവിനെ മനസ്സിലാക്കുക. ഈശോയെ അറിയാൻ വയ്യാത്ത എത്രയോ ജനങ്ങളുണ്ടെന്ന്. അവർ കൂടി നടന്ന് പ്രാർത്ഥിക്കുകയും വിളക്ക് കത്തിക്കുകയും പോവുകയും വരികയും എല്ലാം ചെയ്യുക. എന്ത് പ്രയോജനം ഉണ്ടാകുന്നതുകൊണ്ട്, എന്ത് ഉപയോഗം ഉണ്ടാകുന്നേ? നേരെ മറിച്ച് ഈ ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് നീ കേട്ട് കഴിയുമ്പോൾ ആ ഒറ്റ വാക്കിന് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു ബുക്കിലും പുസ്തകത്തിലുള്ള ഒരു കാര്യങ്ങളും, ഒരു ബ്രാഹ്മണ സ്ത്രീ നിരന്തരം ഭാഗവതവും രാമായണമൊക്കെ വായിക്കുന്ന സ്ത്രീയാണ്, എല്ലാ ദിവസവും കൈകാര്യം ചെയ്യുന്നതാണ് അവര്. എന്നാല് വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങിയ ശേഷം അവർ പറയുന്ന സാക്ഷി ഇതാണ്: രാമായണോ ഭാഗവതമോ ഒക്കെ വായിച്ചപ്പോഴ് യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല, ഒരു ചലനമൊന്നും സംഭവിച്ചിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാതെ സമാധാനം, എന്തെന്നില്ലാതെ പ്രത്യാശ, ആരോ എന്നോട് സംസാരിക്കണമെന്നുള്ള തോന്നല്, ഇതൊക്കെയാണ് ബൈബിള് വായനയിലൂടെ എനിക്ക് ലഭിച്ചത്. ബ്രാഹ്മണ സ്ത്രീ പറയുന്നു, ഈ കേൾക്കുന്ന വചനം അത് പൂർണ്ണമായിട്ട് ഫലം നൽകാതെ പോവില്ല. ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഒരു വാക്കും പോലും ഫലമില്ലാതെ അത് തിരിഞ്ഞു പോവുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്ന അന്നാ നമുക്കൊന്ന് പോയി നോക്കാം, അവിടെ എന്തോ നടക്കുന്നത് നോക്കിക്കളയാ എന്നൊക്കെ പറഞ്ഞ് നമ്മള് കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തെ പരീക്ഷിക്കാൻ. നീ ദൈവത്തെ അറിഞ്ഞാല് നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നീ ചെല്ലുന്നതെല്ലാം അനുഗ്രഹമാകും. അബ്രഹാത്തിനെ അനുഗ്രഹിച്ച ദൈവം, അതേ ദൈവത്തെ തന്നെയാണ് നീ വിളിച്ചപേക്ഷിക്കുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവിനെ മതി ദൈവമേ എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുമ്പോഴ് അതിന് കുറെയൊക്കെ വിട്ടുവീഴ്ചകളുണ്ട്. കയ്യിലിരിപ്പുകളെ മാറ്റണം. നമ്മുടെ ചെറുപറച്ചില്, വേണ്ടാത്ത സ്വഭാവം, കള്ളം പറയുക, മോഷണം നടത്തുക, പാര വെക്കുക, കോല് വെക്കുക, ഇതെല്ലാം മാറ്റി ദൈവമേ ഇനിയും മുതൽ നീ പറയുന്നത് മതി, നീ പറയുന്നത് മതി, നിന്നെ മാത്രം എനിക്ക് മതി. ഈ ഒരു മനോഭാവത്തോടുകൂടി ദൈവത്തോട് ചേരാനായിട്ട് തയ്യാറാവുമ്പോഴ് ചായ ഉപേക്ഷിക്കണം, മീൻകറി ഉപേക്ഷിക്കണം, ഇറച്ചിക്കറി ഉപേക്ഷിക്കണം, ചീനി മീനോടുള്ള താല്പര്യം വേണം, കമ്പലും മാലയും നീ ഉപേക്ഷിക്കണം, വസ്ത്രങ്ങളുള്ള താല്പര്യം നീ ഉപേക്ഷിക്കണം. നീ നിന്നെ തന്നെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവവുമായിട്ട് ബന്ധമുണ്ടാകത്തുള്ളൂ. മരിപ്പോ അടിയന്തോ നിശ്ചയമൊക്കെ അത് അതിന്റെ വഴിക്ക് നടന്നോളും. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആ വഴിയിലൂടെ സഞ്ചരിക്കും. ഏതെങ്കിലും വ്യക്തികൾ ഇന്നുവരെ പള്ളിയിൽ വെച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? പള്ളിയിൽ വെച്ച് ആരെങ്കിലും ഇന്നുവരെ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഇന്നുവരെ ആരും പള്ളിയിലെങ്കിലും വെച്ച് മാനസാന്തരപ്പെട്ടില്ല. കാരണം അങ്ങനെ മാനസാന്തരം ഉണ്ടായാല് ആ മാനസാന്തരപ്പെടുന്നവൻ പറയും, ഞാൻ അങ്ങോട്ട് വന്ന് മാനസാന്തരപ്പെട്ടതാണെന്ന് പറയും. എന്നാല് ക്രിസ്തു ഇന്ന് ഭൂമിയിൽ വന്നിട്ട് ഓരോരുത്തരുടെയും പുറകിന് നടന്ന് നിന്നെ വീണ്ടെടുക്കുന്ന ദൈവമാണ് ഈശോ. അതുകൊണ്ടാണ് ഈ അവസാന കാലങ്ങളായപ്പോഴ് അനേകം ധ്യാന കേന്ദ്രങ്ങള്, പ്രാർത്ഥന സ്ഥലങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് മരണാനന്തരം നിത്യജീവനിലേക്ക് പ്രവേശിക്കാനായിട്ടാണ് ദൈവം ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇടങ്ങളില്ല എങ്കിൽ മനുഷ്യൻ നശിച്ചു പോവുകയല്ലാതെ രക്ഷപ്പെട്ടു പോവുകയില്ല. എന്നാൽ പള്ളി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പരിശുദ്ധ കുർബാന
സ്വീകരിക്കാനുള്ള ഇടമാണ്, നിരന്തര ശക്തീകരണത്തിനുള്ള ഇടം. പരിശുദ്ധ കുർബാന ഈശോ തന്നെയാണ്. ആ ഈശോയെ നീ സ്വീകരിക്കുമ്പോൾ നിന്നിൽ ശക്തി ഉണ്ടാകുകയാണ്, നിന്നിലുണ്ടാകുന്ന ആത്മീയ ചൈതന്യം വളരുക. ഒരേ ദിവസം ചെല്ലുന്തോറും, ഒരേ കുർബാന സ്വീകരിക്കും തോറും നമ്മളിലുണ്ടായിരിക്കുന്ന ആത്മീയ ശക്തി വളരുകയാണ്. വെറുപ്പോ വിരോധമോ വൈരാഗ്യമോ ഒക്കെയായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാനയെ സമീപിച്ചാൽ നീ യൂദാസിന്റെ സ്ഥാനത്തായി തീരും, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എന്നാല് ആത്മാവിലൂടെ ഉണർവ് വന്ന വ്യക്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ചാല് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരും, അനേകരെ വിടുതലിലേക്ക് കൊണ്ടുവരും, മാറ്റങ്ങളുണ്ടാകും. പള്ളിയിൽ പോയിട്ട് വന്ന് വീട്ടിൽ വന്ന് തലയ്ക്ക് കൈയും വെച്ചോട്ട് കിടക്കത്തില്ല. ഞാൻ സ്വീകരിച്ച കുർബാന മറ്റുള്ളവർ കൊടുക്കാൻ തയ്യാറാകും. ആരോടെങ്കിലും ദൈവവചനം പറയും, ഏകരക്ഷകൻ അവനാണെന്ന് പറയും. നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുക. നിന്റെ വാക്കും പ്രവൃത്തിയെല്ലാം കണ്ട് മറ്റുള്ളവർ നിന്നിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം നിന്നിൽ ഉണ്ടാകുന്നത് ഈശോയുടെ സ്വഭാവമാണ്, യേശുവിന്റെ സ്വഭാവമാണ് നിന്നിലുണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയത്തില്ല. ഇപ്പോഴേ യൂണിഫോം ഇല്ലാതെ സാധാരണ ഒരു ഉടുപ്പം മുണ്ട് കൊടുത്തോണ്ട് ഒരു SIയോ കളക്ടറോ മജിസ്ട്രേറ്റോ ഒക്കെ നടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെട്ട് അടി കൊടുക്കും, ഇല്ലേ? അറിയാവുന്നത് ആരാണെന്ന് ഒരറിവില്ല. എന്നാല് അവൻ യൂണിഫോം ഇട്ടുണ്ടോന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോഴും ഇന്നലത്തെ വീഡിയോ ഇങ്ങോട്ട് പോയി, കുറച്ച് മുമ്പേ ഉണ്ടായിരുന്ന വീഡിയോ ഇങ്ങോട്ട് പോയി. മുട്ടടിക്കും, മൂത്രം അടിക്കാൻ തുടങ്ങുന്നേരം. എന്താ കാര്യം? ചവിട്ടി തേക്കും അവരെടുത്തിട്ട്. കിട്ടുന്ന ഇടിക്ക് മറയിടി വല്ലതും ഉണ്ടോ? എല്ലാം ചെയ്യാൻ പറ്റുമോ? തന്നെയാണ് ദൈവത്തെ നീ അറിയാതെ നീ ചെയ്തു പോകുന്ന പ്രവൃത്തികൾ. എന്നാൽ നീ അറിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും അതിനുള്ള പ്രവൃത്തിയിൽ നീ പോയി അകപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത്, ഇങ്ങനെ പറയും, ദൈവം സമാധാനമാണ്, ക്ഷമിക്കാൻ മാത്രമായിട്ട് ഇരിക്കുമോ? ദൈവത്തിന്റെ ജോലി ക്ഷമിക്കുക മാത്രം ചെയ്യുക, സമാധാനമായിട്ട് മാത്രം ഇരിക്കുക. ദൈവം ദേഷിക്കുമോ? ദേഷ്യപ്പെടുവോ ദൈവം? ദൈവം ദേഷിക്കത്തുമില്ല, ഒന്നുമില്ല. വായു വെള്ളമൊഴിച്ചുകൊണ്ട് ദൈവം മിണ്ടാതിരിക്കുക, അല്ലേ? നോഹയുടെ കാലഘട്ടത്ത് പാപം വർദ്ധിച്ചപ്പോഴ് ആടെ ക്രോധം കൊണ്ടാണ് മൊത്തം ഒടുങ്ങിയത്. എങ്ങനെയാണ് അതെല്ലാം മൊത്തം തീർന്നു പോയത്? എങ്ങനെയാണ് നശിച്ചത്? സോദോം ഗൊമോറ എന്ന് പറയുന്ന സ്ഥലത്ത് വ്യഭിചാരം കൊണ്ട് പെരുകി സ്വയംഭോഗവും സൈബർഭോഗവും വേണ്ടാധീനത്തിന്റെ പടുകുഴിയിലെത്തി. ലോകത്തിന്റെ മക്കളെ കൊടുക്കാന്ന് പറയേണ്ട, വേണ്ട, സ്വയംഭോഗത്തിന് മാത്രം ഞങ്ങൾ വരുത്തുള്ളൂ. ദൈവത്തിന്റെ ക്രോധം ഉണർന്നവിടെ. ദൈവദൂതന്മാരെ വശീകരിക്കാൻ പോയവരെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി നശിപ്പിച്ചു കളഞ്ഞു. ഇതാരുടെ ക്രോധം? ദൈവം ദേഷിക്കൂ? അപ്പൊ നമ്മളോട് അതുകൊണ്ടാണ് ഇന്നും ചെണ്ടി പരക്കി അയ്യോ താഴെ 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 എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതിന് കാരണം അതാ. തിരിച്ചറിയാൻ വയ്യാതെ, ദൈവഭയമൊന്നുമില്ലാതെ ദൈവം ക്ഷമിക്കും, മിണ്ടാതിരിക്കും, അനങ്ങാതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നീ നശിക്കുക ചെയ്യുന്നത്. എത്രയും ദേവാലയത്തിൽ വേണ്ടാതിനും കാണിച്ചപ്പോഴ് കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അടിച്ച് പുറത്താക്കിയില്ല. അതിന് ആരായിരുന്നു അത് ചെയ്തത്? ദേഷിക്കുമോ ദൈവം? നീ വേണ്ടാത്ത പ്രവൃത്തിയിലേക്ക് പോയാൽ ദൈവത്തിന്റെ ക്രോധം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല, നിന്നെ ദഹിപ്പിച്ചു കളയും. ദൈവത്തിന്റെ ക്രോധം നിന്നെ നശിപ്പിച്ച് വെച്ചേക്കത്തില്ല, ഇഞ്ചിന്റെ ആയിട്ട് തീർന്നു പോകും. അതുകൊണ്ടാ കർത്താവ് വന്നിട്ട് നിന്നോട് പറയുന്നു, നീ ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക, പേടിക്ക്. എന്തിനു വേണ്ടിയിട്ടാ? ആ ദൈവത്തിന്റെ ക്രോധം നിന്റെ മേൽ വന്ന് ഭവിക്കാതിരിക്കാനായിട്ട്. കാരണം നമ്മള് ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനമാണ് മക്കൾക്കും ലോകത്തിന് കൊടുത്തിരിക്കുന്നത്. ഒന്നാം സ്ഥാനം ലോകത്തിന് കൊടുത്തപ്പോഴ്
ദൈവം അവിടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നു. ദൈവം വെറുതെ വിടുവോ? ഒരിക്കലും വെറുതെ വിടുന്നില്ല. കാരണം ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനുമായിട്ട് മാലാഖമാരിൽ അല്പമാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാ മനുഷ്യൻ. ഈ മനുഷ്യ പിശാചെ സ്തുതി, സീരിയലെ സ്തുതി, സിനിമയെ സ്തുതി, ഇല്ലേ? കമലസാരി, പട്ടസാരി, ആ മാലയെ സ്തുതി. പിന്നെ എവിടെന്നെങ്കിലും ഇതിൽ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് കമന്ന് കിട്ടുക. എടുത്തിട്ട് 10,000 പ്രാവശ്യം തൊട്ട് നക്കി എണ്ണി വെച്ചോണ്ടിരിക്കും. ഇങ്ങനെ നെഞ്ചോട് ചേർക്കുക. എന്റെ കാശ് മഹാലക്ഷ്മി. വേറെ ഒരു ലക്ഷ്മിമാരില്ല, എല്ലാ ലക്ഷ്മിമാരും സ്ഥലം പെട്ടു. മഹാലക്ഷ്മി ആയോണ്ട് അതിന്റെ പുറകിൽ നട. ഇന്ന് ഈ പൈസയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം വല്ലതും ആണോ ദൈവത്തിനുള്ളത്? ഉണ്ടോ വല്ല സ്ഥാനം? ഒരു ദിവസം എത്ര പ്രാവശ്യം ഈ രീതി പൈസയുടെ കണക്ക് പറയും? ദൈവത്തിന്റെ കാര്യം ഒരു വാക്കെങ്കിലും മിണ്ടോ വീട്ടില്? ചലിക്കുവോ വീട്ടിലൊന്ന്? അരി മേടിച്ചില്ല, മുളക് മേടിച്ചില്ല, മണ്ണെണ്ണ മേടിച്ചില്ല, അതിന് പോണം ഇതിന് പോണം, ഒന്നുമില്ല. ചില ദരിദ്രവാസത്തിൽ തന്നെ ജനിച്ച സാധനങ്ങളുണ്ട്. വീട് നിറച്ച സാധനങ്ങൾ ഇരുന്നാലും ഒന്നുമില്ല. ജോലിയില്ല, വേലയില്ല, ഒന്നുമില്ല. ആ വീട് ശൂന്യമാകും. ആ നിൽക്കുന്ന ഇടം ശൂന്യമായി പോകും. കാരണം നീ പിശാച് പറയുന്ന വാക്കിനോട് ചേർന്ന് ഇല്ല എന്ന് പറയുക. അപ്പോഴെന്തായി തീരും? ഇല്ലാതായി തീരും. ഞാൻ രോഗിയാന്ന് പറഞ്ഞാലോ നീ നിരന്തര രോഗിയായി മാറും. കാരണം ഇത് പറയിക്കുന്ന ആരാ? പിശാച പറയിക്കുന്നത്. ഈ നിരന്തര രോഗത്തിന് അടിമയായി തീരും. കാരണം നമ്മളിങ്ങനെ പിശാചിന്റെ കൂട്ടി ചേർന്നുണ്ട്. എനിക്ക് വയ്യായ വേറെ ഒന്നുമില്ല പറയാൻ. അപ്പോഴേ പിശാച് നിന്റെ ഇടത് ഭാഗത്ത് നിന്നുകൊണ്ട് മേലോട്ട് നോക്കിയിട്ട് പറയും, പിതാവേ നിന്റെ സൃഷ്ടിയാ, നിന്റെ തന്നെ ജന്മം. അതാണ്ട് ആരെയും ഇപ്പം മഹത്വപ്പെടുത്തുന്നത്? വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആ പറയുന്ന വകുപ്പ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തെ മഹത്വപ്പെടുത്താനോ? ദൈവമേ ഈ ലോകത്തെ ഓർത്ത് നന്ദി. ചാകാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി ഈശോയെ പറയുവോ? ജീവിക്കാനായിട്ട് അങ്ങ് പാറത്തിറങ്ങിയിരിക്കുക. നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇവിടെ മൊത്തം ജീവിച്ചിരിക്കും. നിങ്ങളുടെ അപ്പനപ്പന്മാരെ കണ്ടിട്ടുള്ളവരെന്ന് കൈകൊള്ളു. അപ്പനപ്പന്മാരെ കണ്ടിട്ടുള്ളവര് ഇപ്പോഴില്ലാന്നൊന്നും ഞാൻ ചോദിച്ചില്ല, കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും ഇല്ലാത്തവരെന്ന് കൈപിടിച്ച് കൈലാത്തിട്ടുണ്ട്. അപ്പനും അമ്മയും ഇല്ലാത്തവര് അവരെങ്ങോട്ട് പോയി. ഒരു സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം. പിന്നെ അവിടെ അളക്കാനായിട്ട് വരുന്ന സമയത്ത് എവിടെങ്കിലുമൊക്കെ ഞെളിഞ്ഞ പത്തലുണ്ടോന്നോ? അല്ലേ? കുരുട്ടുബുദ്ധിയുള്ള ആളന്മാരെന്ന് എങ്ങനെയുള്ള പത്തല ഇടുന്നേ? ഇങ്ങനെയൊക്കെ ഞെളിഞ്ഞിരിക്കുന്ന പത്തല ഇടുന്നത്. കാരണം എന്താ? കാരണം ഈ അളവ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും 1 സെന്റ് സ്ഥലം ഇപ്പുറത്തോട്ട് പോയി. അത് ഇപ്പുറത്തോട്ടായാലും നടുവ് നിൽക്കുന്നത്. അതനുസരിക്കുന്ന പത്തലല്ല ഇപ്പുറത്തോട്ടാണ് നിൽക്കുന്നത്. അളവ് പിടിക്കുമ്പോ എങ്ങോട്ടാ വരുന്നത്? അകത്തോട്ടാ വരുന്നത്. അതിനാ വളവുള്ള ഒരു ദിവസം ഞാനൊരു വല്യപ്പനോട് സംസാരിച്ച് പറഞ്ഞ് നാളെ അളവാകുന്നേ. അങ്ങനെ പറഞ്ഞ് പത്തല് അന്വേഷിച്ച് വന്നതാ. അപ്പോഴേ അദ്ദേഹം പറയുന്നത് കൂടുതൽ അങ്ങനെയുള്ള പത്തല് കാശാവിന്റെ ആണെങ്കിൽ നല്ലതാണെന്ന് പറയാം. കാരണം കാശാമ്പത്തിന് നേരെ കിട്ടത്തില്ല, വളഞ്ഞു തിരിഞ്ഞതേ കിട്ടത്തുള്ളൂ. ഇയാള് വളഞ്ഞു തിരിഞ്ഞ പത്തല് അന്വേഷിക്കാൻ മുന്നിരിക്കുക. കാരണം ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് 6 മാസം അല്ലെ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും 5 സെന്റ് എത്ര ആകും? 6 ആകും. 6 സെന്റ് പിന്നെ 7 ആകും. ഇതെല്ലാം ഇതിനെ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാ നമുക്ക് ജീവിക്കാനായിട്ട്. അല്ലേ? പിതാവിന്റെ പാദപീഠമാണ് ഭൂമി. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് അങ്ങോട്ട് കേട്ടു ഇതെന്റതാ തരുത്തില്ല. വഴി തർക്കമുള്ളവരെന്ന് കരങ്ങളേറുന്നില്ല. വഴിയില്ല, വഴിക്ക് തർക്കമുള്ളവരുടെ കരങ്ങളേറുന്നത്. 3, 4, 5, 6, 7, 8, 9, 10, 11
അപ്പൊ നമ്മുടെ വഴി അടച്ചിരിക്കുക. പല ആളന്മാരും വന്ന് വഴിതർക്കത്തിന് അപേക്ഷകത്തിട്ട് വഴി കിട്ടി അവരപ്പോഴേ അങ്ങ് പോയി. ഈ വഴി വന്നിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. നമുക്ക് നടക്കേണ്ട നടവഴി അവിടെ തടഞ്ഞു. സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഇരുന്ന പ്രശ്നം പിടിക്കുന്നില്ല. കാരണം ഈശോ ശരീരത്തിൽ നിങ്ങളുടെ പാപം ഏറ്റെടുത്താണ് അവിടുന്ന് വീട്ടിൽ മരിച്ചത്. നിങ്ങളുടെ വേദനയാണ് അവിടുന്ന് വഹിച്ചത്. ഇതേപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും വിടുതൽ കിട്ടുമ്പോൾ മാറ്റം കിട്ടുമ്പോൾ നിങ്ങളുടെ വേദനയും വിഷമപോലെ ഏറ്റെടുത്തിട്ടാണ് നിങ്ങൾക്ക് വിടുതൽ കിട്ടി ഇവിടുന്ന് പോകുന്നത്. നിങ്ങളിവിടെ നിന്ന് നടന്നു പോകും, ഞാനിവിടുന്ന് എഴുന്നാ പോകുന്നത്. ഒരേ ചൊവ്വാഴ്ചയും പ്രാർത്ഥന കഴിയുമ്പോൾ ഇവിടുന്ന് എഴുന്നേ പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് സ്റ്റെപ്പ് വെച്ച് പോകാൻ പറ്റത്തില്ല. തീരെ വയ്യാതാകുന്ന ആഴ്ചകളിലാണ് നിങ്ങളിവിടെ പറയുന്നത് ഇന്നെ കാണാനാരും വരരുത്, സംസാരിക്കാനാരും വരരുതെന്നൊക്കെ തീരെ അസ്വസ്ഥത ആയി കഴിയുമ്പോഴാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഈ പ്രാർത്ഥനയും ശുശ്രൂഷയൊക്കെ അമൃത് കുടിക്കുന്ന രീതിയിലാണ്. എന്തോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ മനോഭാവം സ്വീകരിച്ച് ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ സഹനങ്ങൾ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സഹനങ്ങൾ സ്വീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതെല്ലാം നമുക്ക് വേദനയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ കിട്ടുന്ന സന്ദേശങ്ങളാണ് ആൾക്കാരെ വായിക്കപ്പെടുന്നത്. പല രീതിയിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. ആ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ കിട്ടുന്ന സന്ദേശങ്ങളാണ് രോഗശാന്തികളൊക്കെ ആയിട്ട് അവിടെ വായിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നേരിട്ട് തന്നെയാണ് സന്ദേശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരിട്ട് തന്നെയാണ് സന്ദേശങ്ങൾ വെളിപ്പെടുത്തി ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സന്ദേശങ്ങൾ പറയുമ്പോൾ അതിന് ഏതെങ്കിലും മടി നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ പറയും പൊക്കണ്ട, കൈപൊക്കണ്ട, നീ വേറെ കാണും, വേറെ നീയല്ല പറയുന്ന ആള്, നീയല്ല, വേറെ ഉണ്ട്, വേറെ. ഇതാ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴവിടെ നിങ്ങളങ്ങനെ ചിന്തിക്കുമ്പോഴേ, കരങ്ങൾ ഉയർത്താതിരിക്കുമ്പോഴേ ഉന്നതങ്ങളിൽ നിന്ന് തന്നുകൊണ്ടിരിക്കുന്ന സന്ദേശം ബ്രേക്കാകും. സന്ദേശം അവിടെ ബ്രേക്കായി പോകും, പിന്നെ കിട്ടത്തില്ല. നിങ്ങൾ കാരണം മറ്റുള്ളവരെ പോലും നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഒരാളുടെ കഠിന ഹൃദയം മൂലം മറ്റുള്ളവർക്ക് കിട്ടാനുള്ള പോലും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതെല്ലാം അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താതിരിക്കുന്ന കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് മരിക്കുമ്പോഴേ ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകും എന്ന് ഉറപ്പുള്ളവരുന്ന് കൈകൊടുക്കും. ഇത് ചിരിക്കാനുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുപോകും എന്ന് ഉറപ്പുള്ളവരുന്ന് കരങ്ങൾ വരുത്തുക. എന്തെങ്കിലും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. വേറെ കയ്യില്ലയോ? ഇങ്ങനെ നിങ്ങളുടെ കൈ പൊക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എന്നെ മാറേണ്ടതല്ലേ? ഇവിടുന്ന് പോകുമ്പോഴൊന്നുമില്ല കൊണ്ടുപോകാൻ. ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് മത്തായി 25:31 മുതലുള്ള വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വിശക്കുന്നവനായിരുന്നു, ദാഹിക്കുന്നവനായിരുന്നു, ദരിദ്രനായിരുന്നു, വസ്ത്രമില്ലാത്തവനായിരുന്നു. ഇപ്പോഴേ ഈ കുറച്ച് ഇന്നലെ മഞ്ഞെല്ലാം ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മരിച്ചുപോയി കുഞ്ഞമ്മയാൻറ്റി. മിക്കവാറും പുള്ളിക്കാരി ആരോട് സംസാരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ അവര് നേരിട്ട് കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് പറയുമായിരുന്നു, ബ്രദറെ എന്റെ ശരീരം ഇങ്ങനെ കാറ്റ് ചുറ്റിയടിച്ച് എന്തോ ഭയങ്കര അനുഭവം, എന്തൊക്കെയോ ഭയങ്കര മാറ്റം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ആന്റി. ഇപ്പോഴാന്റി മരിച്ചുപോയി. മിക്കവാറും പുള്ളിക്കാരി സംസാരിക്കും, മരിച്ചത് ബെന്തിക്കോസിൽ പോയാ മരിച്ചത്, ബെന്തിക്കോസിലായിരുന്നു. അപ്പൊ ബെന്തിക്കോസിന്റെ അവസ്ഥ കാരണം പുള്ളിക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖം നോട്ടമില്ലാതെ വിളിച്ചു പറയും ഏത് കാര്യമായിരുന്നാലും. ആ വ്യക്തിക്ക് ഒന്നും മറയില്ല. മറയില്ലാതെ ഇനി ആദരിക്കലായിരുന്നാലും തുറന്ന് സംസാരിക്കും. അതാണ് പുള്ളിക്കാരുടെ പ്രകൃതം. മിക്കവാറും അവര് മരണശേഷം അനുഭവിക്കുന്നത് എന്താണെന്ന് അവര് തന്നെ
പറയാൻ പിതാവ് ഇടയാകും. അവര് തന്നെ പറയും, ഞാൻ ഈ വിശ്വാസത്തിലൊക്കെ വന്നിട്ട് എന്താണ് ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്, ഇപ്പൊ ചത്ത ഉടനെ സ്വർഗത്തിൽ എന്ന് പറയട്ടെ, ഏത് സ്വർഗത്തിലാണെന്നുള്ളത് അവര് തന്നെ വെളിപ്പെടുത്തും. മിക്കവാറും വലിയ താമസമില്ലാതെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഈ പറയുന്നത്. 3-4 ദിവസം കൊണ്ട് ശക്തമായ രീതിയിൽ കർത്താവ് അത് ഇങ്ങനെ പ്രചോദനം തരികയാണ്. അബ്രഹാത്തിനോട് ധനവാൻ പറഞ്ഞായിരുന്നു, ലാസർ ഭൂമിയിൽ ചെന്നിട്ട് പറയട്ടെ, ഇവിടുത്തെ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴ് അബ്രഹാം പറഞ്ഞ അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവര് പറയുന്ന കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവര് എന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. എന്നാൽ ഇനിയുള്ള കാലഘട്ടങ്ങളില് ഇതാ മരിച്ചവര് എന്നോട് സംസാരിക്കാൻ പോവുകയാണ്. മരിച്ചവര് നിങ്ങളോട് സംസാരിക്കും, ഞാൻ അനുഭവിക്കുന്ന എന്താണ്, എങ്ങനെയാണ്, ഞാനിപ്പോ എവിടെയാണ് എന്നുള്ളത് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള അവസരം ഉണ്ടാകും. യേശുവേ നന്ദി. കാരണം പലരും ഇന്ന് പുള്ളിക്കാരി സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവര് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 പ്രാവശ്യം ആദ്യ സ്വപ്നം കണ്ട. ഒരു പ്രാവശ്യം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ചൈനീസ് സിൽക്കിന്റെ സാരി, പച്ച നിറത്തില്, ഇളം പച്ച നിറത്തിലെ സാരിയാണ് എടുത്തിരിക്കുന്നത്. വേറെ മക്കളൊക്കെ കളിച്ചിരിക്കൊണ്ട് അപ്പോൾ എന്നോട് പുള്ളിക്കാരിനെ കയ്യാങ്ങി കാണിക്കുന്നു, സംസാരിക്കാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ക്ഷമിക്കണമേ കണ്ണുകൊണ്ട് കാണിക്കും. പിന്നെ ഒരു ദിവസം കാണുന്നത് ഞാൻ ഭയങ്കര വേദനയിലാണെന്ന് പറഞ്ഞു. ഒരുപാട് വേദനയിലാണ് ഞാൻ, എനിക്ക് സമാധാന സ്വസ്ഥതയില്ല, ഭയങ്കര വേദനയിലാണ്. കാരണം തിരുവേദം പറയുന്നില്ലേ, നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്രമാത്രം കയ്പ നിറഞ്ഞതും ക്രൂരമാണെന്ന് നീ അനുഭവിച്ചറിയും അല്ലേ. കാരണം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു, ഉന്മേഷം ഉണ്ടായിരുന്നു, ഉണർവുണ്ടായിരുന്നു. അതെല്ലാം വിട്ട് മാറി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നേക്കും നാശം കൈയിട്ട് മേടിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് മാതാവിന്റെ സന്ദേശത്തിൽ പറയുന്നില്ലേ, പല അബദ്ധ സിദ്ധാന്തങ്ങളും പഠിപ്പിക്കും, അറിവില്ലാത്ത പഠിപ്പീരുകാർ നിന്റെ അടുത്ത് വരും, നിന്നെ പഠിപ്പിക്കാൻ തയ്യാറാകും, വിശ്വാസത്തിൽ നീ വിട്ടുപോകും, വലിയ ഭാഷണ്ടത അവർ കൊണ്ടുവരും. അതായപ്പോഴ് മുങ്ങിയാൽ പൊങ്ങാന്ന് പറഞ്ഞിട്ട് ചാടിപ്പിടി പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. മുങ്ങിയാല് പൊങ്ങൽ ഒരു കുഴപ്പമില്ല, മുങ്ങിക്കഴിഞ്ഞാൽ മുങ്ങലത്തോടെ സംഭവിക്കുന്നേ. മുങ്ങുന്നതിനാണ് എന്തിനായിട്ടാണ് മുങ്ങുന്നത്? ഈ ജ്ഞാനസ്നാനം എന്ന് പറയുന്ന വകുപ്പ് അവര് പറയുന്നത് മുങ്ങുന്നു. ഇല്ല, നമ്മൾ പറയുന്നില്ല, ഇപ്പം ഫിസിക്കാസ് മേടിച്ചോണ്ട് ആള് മുങ്ങി, നിങ്ങളുടെ കാശടിച്ചോണ്ട് അവര് പോയി മുങ്ങി എന്ന് പറയുന്ന പോലെ ഇവര് മുങ്ങുന്നു എന്നാണ്. അതായത് ദൈവത്തിൽ നിന്ന് വിചാരിച്ചിരിക്കലോട് മുങ്ങുക. അതായത് 2 ജ്ഞാനസ്നാനം ഒരിക്കലും ഇല്ല. യേശു സ്വീകരിച്ചിരുന്ന ജ്ഞാനസ്നാനത്തെ കുറിച്ച് പറഞ്ഞത് ഈ പീഡാസനത്തെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. യോർദാനിൽ 2 ജ്ഞാനസ്നാനം ഇല്ല, ഒരേ ഒരു ജ്ഞാനസ്നാനം ഒരു മനുഷ്യനുണ്ട്. ആ ജ്ഞാനസ്നാനം കൊടുക്കാനായിട്ടാണ് പുരോഹിതനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. പുരോഹിതന്റെ കരങ്ങൾ വഴി നീ സ്വീകരിച്ചിരിക്കുന്ന യേശുവിന്റെ തിരുരക്തം, ഒരു പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന വെള്ളം യേശുവിന്റെ രക്തമാണ്. അതെടുക്കാനായിട്ട് അവന് മാത്രമേ അനുവാദം. ഇപ്പൊ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ ചെല്ലുമ്പോഴ് അച്ഛൻ വരാനായിട്ട് താമസിക്കും. ഏതെങ്കിലും തോമാച്ചനോ അവറാച്ചനോ ആരെങ്കിലും കയറി തന്നാ നമുക്ക് കുർബാനയില്ലാന്ന് പറയുമോ? എന്നാ എന്തായാലും എല്ലാവരും ഫോട്ടോ ഇട്ട് നമുക്ക് കുർബാന നടത്താം. വേറെ ആരെങ്കിലും ഇല്ല. അതാണ് സങ്കീർത്തകൻ എഴുതി വെച്ചിരിക്കുന്നത്, പുരോഹിതർക്ക് മാത്രം എടുക്കാൻ കൈതൊടാൻ പറ്റുന്ന കാഴ്ചയപ്പം ദാവീദും കൂട്ടരുമെന്ന് വിശന്നപ്പോൾ ഭക്ഷിച്ച് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോഴ് പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അത് വെള്ളമല്ല, യേശുവിന്റെ ഈ രക്തമാണ് പുരോഹിതന്റെ കയ്യില്.
ഒരു പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് വരുന്ന ഒരു വ്യക്തി ആ ആള് വന്ന് ഒരാളിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഏത് വെള്ളത്തിലാണ് മുങ്ങുന്ന ആള്? ഏതെങ്കിലും കലക്കവെള്ളത്തിലോ വല്ലതും കൊണ്ടുവന്ന് മുക്കേജ് പറയാൻ നീ രക്ഷപ്പെട്ടു, നീ രക്ഷിക്കപ്പെട്ടു, ഒരു കുഴപ്പമില്ല, നിന്റെ ഇടപാട് തീർത്തെന്ന് അതോടുകൂടി പറഞ്ഞവർ ഇനി നീ ജീവിതത്തിൽ പൊങ്ങത്തില്ല. മനസ്സിലോ? നല്ല അരിച്ചിലുള്ള മുഖമായിരുന്നു അതുവരെ. ആ മുങ്ങുന്നിടം വരെ അവിടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു. മുങ്ങിക്കഴിഞ്ഞിന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിശാചിന്റെ പോലെ വികൃതവും വിരൂപവുമാണ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോഴ് ഈ വെള്ളത്തിൽ പിടിച്ച് മുക്കുമ്പോഴ് നിന്റെ നിലവിലുള്ള സ്നാനം അസാധുവാകുന്നു. നീ സ്വീകരിച്ചിരിക്കുന്ന ദൈവകൃപ നിന്നിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. പിശാചിനറിയാം ഈ കൃപയും കൊണ്ട് അവനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടി അവന് നടക്കത്തില്ല. അതുകൊണ്ട് അവിടെ ചെല്ലുന്നവര് ഏതെങ്കിലും രീതിയിൽ ചാക്കിട്ട് അന്നേരം തന്നെ മുട്ടിക്കാതെ വിടത്തില്ല. രക്ഷതോട് അപ്പോഴ് പുരോഹിതനെ ജ്ഞാനസ്നാനം എന്ന കൂദാശ ഏൽപ്പിച്ചിരിക്കുന്നത് പുരോഹിതനിലൂടെ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവാണ് ആ കരങ്ങത്തിരിക്കുന്ന കുഞ്ഞിലേക്ക് കടന്നു വരുന്നത്. ആ കുഞ്ഞിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നേക്കുമായിട്ട് അസാധുവാകുന്ന എപ്പോഴാ? നീ പോയി വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് എന്നേക്കുമായിട്ട് ഇല്ലാതായി പോവുക. അതുകൊണ്ട് ആ മരിയ എന്ന് പറഞ്ഞ മകളോട് കർത്താവ് പറഞ്ഞു, നീ പോയി കത്തോലിക്ക സഭയിൽ പോയി ജ്ഞാനസ്നാനം സ്വീകരിക്കുക. അവിടെ കർത്താവിനോട് ഞാൻ മുങ്ങി. കർത്താവ് പറഞ്ഞ ആ മുങ്ങലൊന്നും ഇവിടെ എടുക്കില്ല, സ്വീകാര്യമല്ല, ആ മുങ്ങലൊന്നും ഇവിടെ പറയരുത് എന്നിങ്ങനെ പറഞ്ഞ് കർത്താവുകൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോഴ് ഈ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവനാണ് ആരാ? യോഹന്നാൻ. അമ്മയുടെ ഉദരത്തിൽ കിടന്ന് മറ്റുള്ളവർക്ക് സ്നാനം കൊടുക്കാനുള്ള അധികാരം നേടിയവനാണ് യോഹന്നാൻ. അതുകൊണ്ടാ യേശു യോർദാനിൽ വന്നു കഴിഞ്ഞപ്പോഴ് അതിനുശേഷം പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടതല്ലാതെ പിന്നെ കണ്ടിട്ടുണ്ടോ യേശുവും യോഹന്നാനുമായിട്ട്? ഇല്ല. യോർദാനിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, പാവങ്ങൾ മോചിപ്പിക്കാൻ പോകുന്നവനാണ് ഈ വരുന്നത്. അമ്മയുടെ ഉദരത്തിൽ കിടന്ന് കിട്ടിയ അറിവ്, അമ്മയുടെ ഉദരത്തിൽ കിടന്ന് കിട്ടിയ ആത്മാവിന്റെ ശക്തിയാണ് അവൻ ജലം കൊണ്ട് സ്നാനം നൽകാനായിട്ട് തയ്യാറാണ്. ജലം കൊണ്ട് സ്നാനം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴുകുക. ഈ തീക്കും വെള്ളത്തിനും ഒരേ അർത്ഥമാണുള്ളത്. പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളാണ് തീയും വെള്ളവും. വെള്ളം സകലത്തിനെ സ്വീകരിക്കുന്നു, എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നു. തീ ഒരിക്കലും ഒന്നിനെയും സ്വീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നതെല്ലാം ദഹിപ്പിച്ച് മാറ്റുകയാണ്. ആ വെള്ളം എല്ലാത്തിനെയും സ്വീകരിക്കുന്ന, വൃത്തീകരിക്കും. അത് വൃത്തിയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വെള്ളം ചെയ്യുന്നത്. ഹല്ലേലൂയ. സമയം പരിമിതി കൊണ്ട് ഇനിയുള്ള ക്ലാസുകളില് ഇതിനെക്കുറിച്ച് പറയാം. കാരണം ഇത് മാതാവിന്റെ സന്ദേശം വായിച്ചപ്പോൾ പലർക്കും ഇവിടെ സംശയമുണ്ട്, ഇതെന്താണ് സംഭവം. ഈ വിശ്വാസം ഇല്ലാതായി തീരുകയും പാഷണ്ഡത വർദ്ധിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണിത്? പലരും വന്നിട്ട് പഠിക്കാത്തതും പറയാൻ, ദൈവത്തിന്റെ പ്രചോദനമില്ലാത്തവരായിട്ടുള്ള ആണന്മാര് വന്നിട്ട് നിങ്ങളെ വഴിതെറ്റിക്കാനുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോഴ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, സഭയുടെ ശിരസ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, സഭയുടെ പൂർണ്ണത എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. സഭയുടെ പൂർണ്ണത പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ നിനക്ക് ക്രിസ്തുവിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. കാരണം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇപ്പൊ വചനം മാത്രം പറയുമായിരുന്നെങ്കിലും രക്ഷയുണ്ടോ? അതുകൊണ്ട് ആകാശത്തെ കിഴി ഭൂമിക്ക് വേണ്ടി മാനവേഷിക്കേണ്ട മറ്റാരും വന്നിട്ടില്ല, ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് പറയുമായിരുന്നെങ്കിൽ ഇല്ലാതെ, ക്രിസ്തുവിന്റെ പീഡാസഹനമില്ലാതെ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുവോ? രക്ഷയുണ്ടോ നിനക്ക്? ഒരിടത്തും പോയി നീ രക്ഷിക്കപ്പെടത്തില്ല, രക്ഷയില്ല. അപ്പൊ നീ രക്ഷയിലേക്ക് വരുന്നതിന്റെ
അടിസ്ഥാനം പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഈ ശരീരം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുന്നവര് മരിച്ചാലും ജീവിക്കും, അവർക്ക് മരണം ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെ സ്വീകരിക്കണം? അത് ഈശോയുടെ ശരീരം തന്നെയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി സ്വീകരിക്കണം. അങ്ങനെയുള്ളവർക്ക് മരണമില്ലാതെ വരുത്തും. എന്തെങ്കിലും ആയിക്കോട്ടെ, നാട്ടുകാരെന്ത് പറയും, പോയി സ്വീകരിച്ചേക്കാണെന്ന് പറഞ്ഞിട്ട് പോകുന്നവർക്ക് ഇതുവല്ലോ ആണോ? ഒന്നുമല്ല. വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചു വായിച്ചാൽ നിങ്ങളുടെ പ്രായം കണക്കൂട്ടിയിട്ട് എത്ര ചെരുപ്പ് നിങ്ങൾ മേടിച്ചിട്ടുണ്ട്, പള്ളിയിൽ പോകാനൊക്കെ ആയിട്ട് എത്ര ചെരുപ്പ് മേടിച്ചു തേഞ്ഞ് പോവുക. നിങ്ങൾക്ക് മാറ്റമല്ലോ ഉണ്ടോ? പല രീതിയിലുള്ള ചെരുപ്പുകൾ നിങ്ങളിട്ട് ഗലാത്യ 6:15 പറയുന്നൊരു പുതിയ സൃഷ്ടിയാകുക. അപ്പൊ നിങ്ങൾ പുതിയ സൃഷ്ടി ആയില്ലേലും പുതിയ ചെരുപ്പ് നിങ്ങളുടെ കാലയിൽ, പഴയ ചെരുപ്പ് കളയും, പുതിയത് മേടിക്കും. ഇതുകൊണ്ട് നടന്ന് തേഞ്ഞ് ഇന്ന് വരെയും ഒരു ചലനം, ഒരു മാറ്റമില്ല. എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ഈശോയാണ്. എന്റെ നാവിലേക്ക് വന്നിരിക്കുന്ന അഖിലാണ്ടവും സൃഷ്ടിച്ചവനാണ്. എന്ത് ചെയ്യാനും അവന് ശക്തിയുണ്ട്. പലരും രോഗിയാകാനും മരിക്കാനും ഇത് കാരണമായി തീരും. അല്ലേ? പലരും വിശുദ്ധിയില്ലാതെ സ്വീകരിച്ചതുകൊണ്ട് രോഗികളാകാനും മരിക്കാനും കാണും. അതുകൊണ്ട് അവരെതിരെ കുർബാന സ്വീകരിച്ചിട്ട് വയ്യാടി, കുഞ്ഞുമണിയാനെ, പൊക്കടി, പിടിയടി, താങ്ങിക്കോ, മുട്ടുകുത്താൻ വയ്യ ബ്രദറെ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, എന്താ കാര്യം? കുർബാന സ്വീകരണം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കാരണം പരിശുദ്ധ കുർബാന സ്വീകരിച്ചാല് നിന്നെ ശുദ്ധനാക്കാനായിട്ട് അവിടെ നിന്ന് സാധിക്കും. അവിടുന്ന് പൂർണ്ണ ശക്തിയുള്ളവനാണ്. പരിശുദ്ധ കുർബാനയിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ എത്രമാത്രമാണ്! എന്തുമാത്രം അത്ഭുതങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്! എന്തുമാത്രം രോഗശാന്തി നടക്കുന്നു! അതുകൊണ്ട് ഈ പെന്തക്കോസ്തിൽ പോകാനായിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും കൊണ്ട് അത് ശരിയില്ല, അവര് കർത്താവിന്റെ കാര്യമില്ല പറയുന്നത്, യേശുവിന്റെ കാര്യമില്ല അവരും പറയുന്നു. അവര് യേശുവിനെയല്ലേ വിളിക്കുന്നത്, വേറെ ആരും അല്ലല്ലോ. എന്താ ഇടയ്ക്കൂടെ യേശു കയറി വന്ന യേശു കിട്ടി യേശു, അതെവിടുന്ന് വന്നതാ? എന്റെ മാതാപിതാക്കള് പറഞ്ഞെന്ന യേശുവല്ല, വേറെ ഏതാ യേശു? അപ്പനും അമ്മയും പറഞ്ഞു തന്ന യേശു അല്ലാതെ വേറൊരു യേശു ഉണ്ടോ? വേറൊരു യേശുവില്ല. അങ്ങനെ ഈ വേറൊരു യേശുവിന്റെ കൂടെ പോന്നെങ്കിൽ അത് പൂർണ്ണമായിട്ടും കാവട്യമാണ്, കപടതയാണത്. വേറൊരു യേശുവിനെയും കൊണ്ട് നിന്നിരിക്കാനും വരുന്നെങ്കിൽ. അതുകൊണ്ട് പാവപ്പെട്ട ദേവസ്വമുണ്ടെങ്കിൽ കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് പറയാനായിരിക്കുമ്പോ വാതറക്കാൻ നേരെ കൊടുക്കും. അദ്ദേഹം എപ്പോ തുറന്നാലും സഭയ്ക്കെതിരായിട്ട് പറയാനായിട്ട് അദ്ദേഹത്തിന് നേരമുണ്ട്. ദൈവാത്മാവ് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തുകയോ എതിർത്ത് സംസാരിക്കുകയോ ചെയ്യാറില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരെയും കുറ്റപ്പെടുത്തുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കുറവുകളുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവനാണ് ക്രിസ്തു. നിന്നിൽ എന്ത് കുറവാണോ ഉള്ളത്, ആ കുറവ് ദൈവത്തിന്റെ കൈകളിലേക്ക് നീ വിട്ടുകൊടുക്കുമ്പോൾ ആ കുറവുകൾ കൊണ്ടാണ് ഈശോ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പം നമ്മള് കുറവുള്ളവനാണ്, ആ ബോധ്യത്തിലേക്ക് വരാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. ഇന്ന് വരെയും ഞാൻ വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകാം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാം. ദൈവം ഈ അടയാളങ്ങളെല്ലാം നീ കാണിച്ചു തരുന്നു. നിന്റെ വരവ് കാണാൻ എനിക്ക് അനുവാദം തരണേ, നിന്റെ വരവിൽ ഞാനും ജീവിച്ചിരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് പറയുന്നുണ്ട്, ഈ തലമുറയിലാണ് യുഗാന്ത്യം വന്നെത്തിയിരിക്കുന്നത്, ഈ തലമുറയിലേക്കാണ് യുഗാന്ത്യം വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയെ നിന്റെ വരവ് കാണാനായിട്ട് എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സീരിയലും ടി വി കാണലും ടിവിയുള്ള ഭ്രമവും ഇതെല്ലാം ഉപേക്ഷിക്കാം. ദൈവമേ, 1-ാം സ്ഥാനം നിന്നിലാണ് ഇനി എനിക്കുള്ളത്. നീയാണ് രക്ഷ, നീയാണ് എന്നെ മോചിപ്പിക്കുന്നവൻ, നിന്നിലൂടെ അല്ലാതെ രക്ഷയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് 2 കൈയും നെഞ്ചോട് ചേർത്ത് വെക്കുക. എന്റെ പിതാവേ, അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ അവസരമേ ഈ മക്കളോട് കരുണ തോന്നണമേ. തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ അറിവുകൾ ഇതെല്ലാം സ്വീകരിച്ച് ദൈവമേ നിന്നെ ഉപേക്ഷിച്ച മേഖലകൾ ഒരുപാടാണ്. അത്യാവശ്യം ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാനായിട്ട് ദൈവമേ നിന്നെ സ്വീകരിച്ച അവസ്ഥകളുണ്ട്.
നിരന്തരം നീ കൂടെ ഉണ്ടാകേണ്ടതിന് പകരം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രം സ്വീകരിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ദൈവമേ, നിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ ഒരുപാട് 3:20 അവിടുന്ന് അല്ല ചെയ്യുന്നല്ലോ നാഥ. ഞാൻ നിന്റെ ഹൃദയ കവാടത്തിങ്കിൽ ഞാൻ മുട്ടിപിടിക്കുന്നു, എനിക്കായിട്ട് തുറന്നു തന്നാൽ ഞാൻ നിന്നോട് കൂടെ വസിക്കും. കർത്താവെ, ഇന്ന് വരെ വിട്ടുകൊടുത്തിട്ടില്ല, തുറന്നു കൊടുത്തില്ല. ഈശോയെ, ലോകത്തിന്റെ പിന്നാലെ പോയി, ലോകത്തിൻ്റെതായുള്ള ജീവിത രീതിയിലേക്ക് പോയി, അനേകരെ തെറ്റായ ബോധ്യത്തിലേക്ക് നയിച്ച്, അനേകരെ ആത്മാവിൽ നിന്ന് നശിപ്പിച്ച് കർത്താവെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാനിനി അനേകരെ രക്ഷയുടെ വഴിയിലേക്ക് കൊണ്ടുവരും. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മേളിൽ ഈശോയെ നീയല്ലാതെ മറ്റാരുമില്ല, മരിക്കേണ്ടി വന്നാലും ഞാനത് പ്രഖ്യാപിക്കും കർത്താവെ. അത് പറയുന്നതുകൊണ്ട് ആരെങ്കിലും കൊന്നോട്ടെ, എന്ത് വന്നാലും ഞാനത് പ്രഖ്യാപിക്കും ഈശോയെ എന്ന് തീരുമാനമെടുക്കാം. ശരീരത്തിന്റെ എല്ലാ ജോയിന്റുകൾക്കും വേദന ഉണ്ടാകുന്നവരെ കർത്താവ് അതിനിപ്പോഴും മോചിപ്പിക്കുന്നുണ്ട്. ഈ മുട്ട്, കൈയുടെ, വിരലിന്റെ, കാലിന്റെ എല്ലാ ജോയിന്റുകൾക്കും, ശരീരത്തിലുള്ള എല്ലാ ജോയിന്റുകൾക്കും വേദന ഉണ്ടാകുന്നവരെ കർത്താവ് ഇപ്പോഴും അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. അതിന്റെ വലതേ കൈയുടെ, ഇടതേ കൈയുടെ മുട്ടിന് ഉണ്ടാകുന്ന വേദനയാണ് കൂടുതലായിട്ടുണ്ടാകുന്നതെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ വേദന ഉള്ളവരുണ്ടെങ്കിൽ നന്ദി. രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയുമില്ല, എന്ത് ചെയ്യും, ഇനി പോകാനൊരു വഴിയുമില്ല എന്നുള്ള വേദനയോടുകൂടി കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഈ വേദനയുടെ കർത്താവ് സന്തോഷമാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ഇനി പോകാനൊരു വഴിയില്ല, നിങ്ങളോട് ജീവിക്കാനുള്ളൊരു സാഹചര്യം, ഇങ്ങനെ ഉള്ള അവസ്ഥയിൽ വന്നിട്ടുള്ളവരാരായിരുന്നവരെ കരങ്ങിലെടുക്കുക. സ്വർഗീയ സമാധാനം തന്ന കർത്താവ് ഇപ്പോഴ് ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വഴികളും അടയുമ്പോഴാണ് യേശുവിലേക്കുള്ള വഴി തുറക്കുന്നത്. തലയുടെ വലതേ ഭാഗത്തുണ്ടാകുന്ന വിങ്ങലും വേദനയും ഇപ്പോൾ കർത്താവ് 4 പേർക്ക് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നു. തലയുടെ വലതേ ഭാഗത്തുണ്ടാകുന്ന വിങ്ങലും വേദനയും, ചെവിയുടെ ഭാഗത്തും ചെവിയുടെ പുറകിലുമൊക്കെ വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള വേദന ഇപ്പോൾ കർത്താവ് 4 പേർക്ക് വിടുതലുണ്ട്. നാവിലുള്ള ഉമിനീര് പറ്റിപ്പോകുന്ന രോഗം, ഉമിനീര് ഉണങ്ങിപ്പോകുന്ന രോഗമുള്ള മക്കളെ കരുതായപ്പോഴേ സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. വായ ഉണങ്ങിപ്പോകും പെട്ടെന്ന് പെട്ടെന്ന്. ഉമിനീര് ഗ്രന്ഥികള് തടസ്സപ്പെട്ട് ആ ഉമിനീര് ഗ്രന്ഥികള് കരുതായപ്പോഴ് തുറന്നു തരികയാണ്. മൂത്രം ഒഴിക്കാൻ പോകുമ്പോഴ് കുറെ വേദന സഹിച്ചതിന് ശേഷം തുള്ളിയായിട്ട് മൂത്രം വന്നതിന് ശേഷം ഈ മൂത്രം നല്ല രീതിയിൽ പോകാറുള്ളൂ. ഇതിങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഉള്ള അനുഭവമാണ്. ആദ്യം മൂത്രം ഇങ്ങനെ പോകണമെന്ന് തോന്നല് വരും, ഒരുപാട് വേദന അനുഭവപ്പെടും. ഇങ്ങനെ തുള്ളിയായിട്ട് മൂത്രം പോയിട്ട് പിന്നെ മൂത്രം പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ കരുതുക. ഈ മൂത്ര തടസ്സം ഇതിന് കർത്താവ് ഇപ്പോഴേ വിടുതല് കുടുംബ പ്രാർത്ഥനയില്ലാത്ത 20 കുടുംബങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള കൃപ തന്ന കർത്താവ് അനുഗ്രഹിക്കുന്നു. കുടുംബ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ജീവിയാണെന്ന് കർത്താവ് മുന്നറിയിപ്പ് വരുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയില്ലാത്ത 20 കുടുംബങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക്
ഉള്ള കൃപ കർത്താവ് അനുഗ്രഹിക്കും. ഇങ്ങനെയുള്ളവർ കരങ്ങൾ എടുത്താൽ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ല. ആരെങ്കിലും നിയമങ്ങള് ഒന്ന് എണ്ണി നോക്കുക. 20 കുടുംബങ്ങളെയാണ് കർത്താവ് ഈ കുടുംബ പ്രാർത്ഥന കൊടുത്ത് അനുഗ്രഹിക്കുന്നത്. 20 കുടുംബങ്ങൾ. കുടുംബങ്ങള് കുടുംബ പ്രാർത്ഥനകളുടെ കൃപ കർത്താവ് തന്ന് നിങ്ങളുടെ കൈ പൊക്കിയിരിക്കുന്നവർ പൂർണ്ണമായിട്ട് പൊക്കുക. പേരോളോ ഉണ്ട്. 20 പേരെയാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. 23 കുടുംബങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവിധ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ ലഭിക്കുക കുടുംബ പ്രാർത്ഥനയിലൂടെയാണ്. കുടുംബ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങൾ കുറച്ചായിട്ട് പരാജയം അടയും. കുടുംബ പ്രാർത്ഥനയാണ് എല്ലാ അനുഗ്രഹങ്ങൾക്കുള്ള കാരണം. അതല്ലെങ്കിൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പരിചയം നോക്കുക. പോയിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥന നോക്കുക. വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരും. 2 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, എല്ലാവരും കൂടെ ഒന്നിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. രണ്ടാമത്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുക. ഒന്നിച്ച് നിങ്ങൾ എത്ര പേര്, 3 പേര്, 4 പേര്, 5 പേര്, എത്ര പേരുണ്ടോ അത്രയും പേര് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുക. ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന നടത്തി നോക്കുക. ഇതിലൂടെ ഉണ്ടാകുന്ന അനുഭവം എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ തയ്യാറാകുക. ചെറിയ അനുഭവങ്ങളായിരിക്കത്തില്ല ഇതിലൂടെ, വലിയ അനുഭവങ്ങളായിരിക്കും ദൈവം നിങ്ങളുടെ ഭവനത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് ദർശനത്തോടെയാണ് ജീവി വെളിപ്പെടുത്തിയത്. ജീവി കാരണമാണ് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ജീവിയുള്ള ഭ്രമം ഉപേക്ഷിക്കുക. രോഗത്തിന്റെ ആധിക്യം മൂലവും ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് മൂലവും മരിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന 6 പേരെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ച വ്യക്തിയുണ്ടെന്ന് കർത്താവ് പറയുന്നു. 6 പേരെ ആത്മഹത്യാ പ്രവണതയെന്ന് കർത്താവ് മോചിപ്പിക്കുന്നുണ്ട്. അവർക്ക് കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുകയും മുഖത്തും തലയ്ക്കകത്തും എല്ലാം അതിഭയങ്കരമായിട്ടുള്ള വിങ്ങല് പോലുള്ള വേദന, കുത്തിവലിക്കുന്ന പോലുള്ള വേദന, മുഖത്ത് മൊത്തവും തലയ്ക്കകത്തും വിങ്ങല് പോലെ വേദന അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. മുഖത്തും തലയ്ക്കകത്തുമൊക്കെ വിങ്ങല് പോലുള്ള വേദന അനുഭവപ്പെടുന്നത് 3 പേരുടെ മുഴ കർത്താവ് വിടുതൽ അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു മുഴ ഇപ്പോഴ് വന്നതില് 75% കുറവുണ്ട് എന്ന് കർത്താവ് പറയുന്നു. ഇവിടെ വന്നതിന് ശേഷം 75% കുറവായിരിക്കും. മുഴയുമായിട്ട് വന്നിട്ടുള്ള വ്യക്തിയുടെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവില്ല. മുഴയുള്ളവര്, ആ മുഴയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണെങ്കിൽ ഇവിടെ വെച്ച് പരിശോധിച്ച് നോക്കുക. 75% മുഴ കുറവായിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. പ്രാർത്ഥനയ്ക്ക് വന്ന് കൂടിയ നിമിഷം പോലും കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. ഈ മുഴ ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമുണ്ട്, ഇപ്പം മുഴയില്ല. നേരത്തെ മുഴ ഉണ്ടായിരുന്നവരോട് നോക്കുക, ഒന്ന് പരിശോധിച്ച് നോക്കുക. മുഴ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പഴും ഇല്ല. അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടായി കരങ്ങൾ ഉയർത്തുക. ഈ കരിമുട്ടിയിരിക്കുന്നവര് താത്തിടുക കൈ. എന്നിട്ട് നേരത്തെ മുഴയുണ്ടായിരുന്ന ഇപ്പം മുഴയില്ല, അങ്ങനെ അനുഭവമുള്ളവര് കരങ്ങൾ ഉയർത്ത് എണ്ണിച്ചിരിക്കും. ഇവിടെ ഒരാളെ എണ്ണിച്ചിരിക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എണ്ണിച്ച് നിൽക്കുകയോ കൈപൊക്കുകയോ ചെയ്യുക. മുഴ കർത്താവ് സൗഖ്യം തരും. വയറിനകത്ത് കൊളുത്തി
പോലുള്ള വേദന വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചരിഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കും. ഇങ്ങനെയുള്ളവരുടെ കരങ്ങളിലത്തെ കർത്താവ് ആ വേദന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞും തിരിഞ്ഞൊക്കെ ഇരുന്നാണ് വേദന അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ വേദന കർത്താവ് സൗഖ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ കൂടെ പുറത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർക്ക് കർത്താവ് സൗഖ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഈ പനി, അതുപോലെ തന്നെ കാലിന് വിറയില്, ശരീരം മൊത്തം വിറയില്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കർത്താവ് വിടുതൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് സൗഖ്യം വാരി വിതറുകയാണ് ദൈവം. യേശുവേ നന്ദിയാണ്. ശ്വാസം മുട്ടലും വിമ്മിട്ടോ ഇത് കർത്താവ് വിടുതൽ വരുന്നുണ്ട്. ശ്വാസം ഉണ്ടാകുന്ന വ്യക്തികളുടെ വിമ്മിട്ടോ ഉണ്ടാകുന്നവര് കർത്താവ് മോചിപ്പിക്കുന്നുണ്ട്. കാൽപാദത്ത് മുളകരച്ച് പരത്തിയുള്ള വേദന, മുഖത്തിലും വേദന അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ചേർക്കുക. കാലിന്റെ പാദത്ത് മുളകരച്ച് പരത്തിയുള്ള വേദന. തനിക്ക് അടി കൊണ്ടതുപോലുള്ള പെരുപ്പ് അനുഭവപ്പെടുന്നത്, എപ്പോഴും ആ പെരുപ്പ് തന്നെയാണ്. ഇങ്ങനെ അടി കൊണ്ടതുപോലുള്ള പെരുപ്പ് അനുഭവപ്പെടുന്നവരാരായിരുന്നാലും കരങ്ങളെടുത്ത് കർത്താവിപ്പുഴ മോണപഴുപ്പ്, പല്ലിന്റെ ഊര് പഴുക്കുക, പല്ല് തേക്കുമ്പോഴൊക്കെ ബ്ലഡ് വരും. പലപ്പോഴും ഇങ്ങനെ വായിൽ പഴുപ്പിന്റെ ചെവയൊക്കെ അനുഭവപ്പെടും. ഇങ്ങനെ മോണ പഴുക്കുക, പല്ലിന്റെ ഊര് പഴുക്കുക, ഇത് കർത്താവപ്പോഴ് വിടുതൽ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അനുഭവമുള്ളവരുണ്ടെങ്കിൽ കരങ്ങളെടുത്ത് വാസംബന്ധമായിട്ട് പ്രശ്നമുള്ളവർ എപ്പോഴും കിടക്കണമെന്ന് തോന്നുന്നു. ഇപ്പോഴൊക്കെ കിടക്കണം എന്നുള്ള തോന്നൽ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങളെടുത്ത് യേശുവേ നന്ദിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പെട്ടെന്ന് കൈ മേലോട്ട് പൊക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പൊക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പതുക്കെ പതുക്കെ കൈ പൊക്കിക്കൊണ്ട് വരാൻ പറ്റുന്നത്. ഇങ്ങനെ പെട്ടെന്ന് കൈ പൊക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി ഏർപ്പെടുക. പെട്ടെന്ന് കൈ പൊക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ കൈ പൊക്കി നോക്കുക. അപ്പൊ കൈ പൊക്കാനുള്ള കൃപ കർത്താവ് തരുന്നുണ്ട്. ഇപ്പോഴും പെട്ടെന്ന് കൈ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല, പതുക്കെ പതുക്കെ പൊക്കാൻ പറ്റുന്നുണ്ട്. അതായിരിപ്പോഴ് കൈ പെട്ടെന്ന് തന്നെ പൊക്കാനുള്ള കൃപ കർത്താവ് തരുന്നുണ്ട്. ഇങ്ങനെ കൈ പൊക്കുമ്പോൾ ഈ അസ്ഥിക്കകത്ത് പിടുത്തം പോലുള്ള വേദന ഇപ്പോൾ ഈശോ എടുത്ത് മാറ്റുകയാണ്. മനഃശോധനയില്ലാത്ത അവസ്ഥയിലുള്ള 7 പേരെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. മനഃശോധനയില്ല, അങ്ങനെയുള്ള അവസ്ഥയുള്ളവരെ 7 പേരെ കർത്താവ് മോചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവര് കരങ്ങൾ ഉയർത്തുക. 7 പേര്, 6, 7 പേരെ കർത്താവ് അതിന്റെ വിരുദ്ധം നൽകി. എവിടെങ്കിലും കിടന്ന് ഉറങ്ങുമ്പോഴ്, മയങ്ങി വരുമ്പോഴ് ആരോ വിളിക്കുന്നു എന്നുള്ള തോന്നല്, ഇരിക്കുന്നിടത്തൊന്നും ഉറങ്ങുന്നിടത്തുമൊക്കെ എന്തോന്ന് പറഞ്ഞ് വിളി കേട്ടോണ്ട് ചെല്ലുമ്പോൾ ആരും ഇല്ല. ഇങ്ങനെ അനുഭവമുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ആരോ വിളിക്കുന്നു, എന്തോന്ന് പറഞ്ഞ് വിളി കേട്ടോണ്ട് ചെല്ലും. നോക്കുമ്പോൾ അവിടെ ഒന്നും ആര് കാണത്തില്ല. ഈശോ വിളിക്കുന്നതിന് ഉത്തരം കൊടുക്കാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്. വീട്ടിൽ എവിടെ നിന്നെല്ലാം പൈസ വന്നാലും 1 രൂപ പോലും പ്രയോജനപ്പെടത്തില്ല. രാവിലെ ഒരു 10,000 രൂപ കിട്ടിയാൽ വൈകിട്ട് എവിടെന്നെങ്കിലും കടം മേടിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള അനുഭവമുള്ളവരുടെ കരങ്ങൾ എടുക്കുക. രാവിലെ ഒരു 10,000 രൂപ കിട്ടുന്നു, വൈകിട്ടാകുമ്പോഴത്തേക്ക് 1 രൂപ പോലും കാണത്തില്ല. യേശുവേ നന്ദിയാണ്.
കരങ്ങൾ ഉയർത്തിയവരും കരങ്ങൾ ഉയർത്താത്തവരും ഇനി മുതൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. സമ്പത്തിനല്ല, ദൈവത്തിന്. സാമ്പത്തിക ബാധ്യതയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. സാമ്പത്തിക ബാധ്യത മിക്കവാറും എല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ ഞാനാ 2 കൈയും പൊക്കണ്ട്. 2-5-6 ലക്ഷം രൂപയോട് ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളെ മയ്യത്താനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ബാധ്യത കർത്താവിന്റെ ഭവനത്തിൽ രോഗിയായി കിടക്കുന്ന ഒരു രോഗിയിലിരിക്കൽ ഇപ്പൊ ഈശോ ചെന്നാൽ രോഗിയെ സ്പർശിക്കുന്നു. ഭവനത്തിൽ രോഗിയായി കിടക്കുന്ന ആ രോഗിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. ആ ഭവനത്തിൽ ഭയങ്കര പ്രകാശവും കിടക്കുന്ന രോഗി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. ആ രോഗിയെ കർത്താവ് ഇപ്പോൾ ാണ്. ഭവനത്തിൽ രോഗിയായിട്ട് കിടക്കുന്നവരായിരുന്നുണ്ടെങ്കിൽ കരങ്ങളിൽ നന്ദി. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം 12:30 മണിയായപ്പോ മുതൽ പോണം എന്നുള്ള തോന്നൽ. 12:30 മണി മുതൽ 3:15 വരെ പോണം എന്നുള്ള തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. 3:15 കഴിഞ്ഞപ്പം ആ തോന്നലൊക്കെ തീർന്നു. 12:30 മുതൽ ഇങ്ങനെ നിരന്തരം മനസ്സിൽ പ്രേരിപ്പിക്കുക പോണം. ഈ പോണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. 12:30 മണി മുതൽ പോണം എന്ന് മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് വന്ന് കയറുന്നതിന് അവഗണനയോടുകൂടിയാണ് ഇതിനകത്ത് വന്ന് കയറിയവൻ. ഇവിടാണോ വന്ന്, ഇതിനാണോ വന്ന് എന്നൊക്കെയുള്ള ചിന്തയോടുകൂടിയാണ് ഇവിടെ വന്നത്. അപ്പോഴേ കർത്താവ് പൂർണ്ണമായിട്ടും വിടുതൽ അനുഗ്രഹിക്കുന്നു. ജോലിയില്ലാത്ത 2 പേരെ കർത്താവ് ജോലി തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ജോലിയില്ലാത്ത 2 പേരെ കർത്താവ് ജോലി തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഭവനത്തിന്റെ പണി അതിവേഗം പൂർത്തീകരിക്കുന്ന കൃപ 2 കുടുംബങ്ങൾക്ക് കർത്താവ് തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഭവനത്തിന്റെ പണി അതിവേഗം പൂർത്തീകരിക്കുന്ന 2 കുടുംബങ്ങൾ. ഭവനം പണി നടക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തുക. നിങ്ങള് എവിടെയും പോയി അപകടിക്കോ നിന്ദിക്കോ ചെയ്യവട്ടെ, ഇവിടെ മാത്രം അത് പാടില്ല. ദൈവം അത് ക്ഷമിക്കില്ല. കാരണം ഞാൻ മുമ്പ് നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞില്ല. കാരണം ദൈവം നേരിട്ട് ഇടപെട്ട ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു എതിരും നമ്മൾ പറയാനായിട്ട് തയ്യാറാകാതിരിക്കുക. ആരോ പറയുന്നെങ്കിൽ അവരോട് പറയുക. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ പറയരുത്. അത് കൂടുതൽ നിശ്ചയമായിട്ട് ചെയ്യുന്ന കാര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടെ വന്നപ്പോൾ ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു. ഒരുപാട് വിഷമത്തോടുകൂടിയാണ് വന്നത്. എന്നാൽ ഇപ്പോഴേ ആ വിഷമമൊന്നും തോന്നുന്നില്ല. അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. ഒരുപാട് വിഷമിച്ച് വന്ന് ആ വിഷമമൊക്കെ ഇപ്പൊ ഈശോ എടുത്ത് മാറ്റി. യേശുവേ നന്ദിയാണ്. അപ്പോഴേ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതിന്റെ നേരെ കരങ്ങൾ നീട്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയാനായിട്ട് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് ഇപ്പോഴേ വിദേശത്ത് ഒരുപാട് സിസ്റ്റേഴ്സും അച്ഛന്മാരുമൊക്കെ നമ്മളോട് കൂടെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും ഓൺലൈനുണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഉപകാരത്തണ്ണയൊക്കെ വായിച്ച് കേട്ടായിരുന്നു. പലരും ഉപകാരത്തണ്ണയൊക്കെ എഴുതിയിടുന്നുണ്ട്. പിന്നെ പോസ്റ്റിലൊക്കെ അയക്കുന്നുണ്ട് ഉപകാരത്തണ്ണ. അപ്പോഴേ ആദ്യം 3-4 സിസ്റ്റർമാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ സ്ഥാനത്ത് 100 സിസ്റ്റർമാരെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാരും. അപ്പൊ അവരെ എല്ലാവരെയും നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ കൊളാസിക്ക എന്ന് പറയുന്ന സിസ്റ്ററുണ്ട്. ആ സിസ്റ്റർ ഇപ്പോഴ് പല പഠനങ്ങളും പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ആ മരിയപ്പനെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടതിന് ശേഷം കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ കൃപയോടുകൂടി പഠിക്കാനായിട്ട് ഉള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ മാർപ്പാപ്പായ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ വിശ്വാസവട്ടമൊന്നും തീരുന്നില്ല. വിശ്വാസവട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ഒരാളിനോടെങ്കിലും യേശുവിൽ നിന്ന് പറയുക. നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്: ഇന്നും ഈശോ ജീവിച്ചിരിക്കും എന്ന് ഒരു ദിവസം ഒരാളിനോടെങ്കിലും നിങ്ങൾ പറയാം. അങ്ങനെ പറയേണ്ട തയ്യാറുള്ളവരെന്ന് കരങ്ങൾ കേൾക്കുക. ഒരു ദിവസം ഞാൻ ഒരാളിനോടെങ്കിലും പറയും, ജീവനുള്ള യേശു ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്റെ അയൽവാസികളോടും വിദൂരത്തുള്ളവരോടും എല്ലാവരോടും ഞാൻ പറയും, യേശുവേ പിന്നെ കന്നി സ്പോൺസർ ചെയ്തിരിക്കുന്നവര് ആ എട്ടുപേടെന്ന് പറയുന്ന മകനും കുടുംബമാണെന്ന് കന്നി സ്പോൺസർ ചെയ്തിരിക്കുന്നവരുടെ ആവശ്യം എന്തു തന്നെയായിരുന്നാലും അത് പിതാവ് നടത്തി കൊടുക്കാനായിട്ട് നമുക്ക് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ബ്രെഡ് തരുന്നത് ലാലും കുടുംബവുമാണ്. ആ ലാലിനെയും കുടുംബത്തിൽ സമർപ്പിക്കുകയും ചെയ്യണം. അപ്പോഴ് അടുത്ത ആഴ്ച ഏതാഴ്ച അടുത്ത് ആദ്യ ചൊവ്വാഴ്ച അങ്ങനത്തെ ദേവന്മാരുടെ ദിവസമാണ്. അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച കൗൺസിലിംഗ് ഉണ്ടായിരിക്കില്ല. ഈ വെള്ളിയാഴ്ച കൗൺസിലിംഗ് ഉണ്ടായിരിക്കത്തില്ല. നിയമങ്ങളുടെ കൂട്ടായ്മയാണ്. അടുത്ത ചൊവ്വാഴ്ച കൊന്തയ്ക്ക് പൈസ കൊടുത്തവർക്ക് അടുത്ത ചൊവ്വാഴ്ച കൊന്ത ലഭിക്കും. കൊന്തയ്ക്ക് പൈസ കൊടുത്തിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇതിന് വന്നിട്ടുണ്ടോ? ഒരാളുണ്ട്. അപ്പൊ നിങ്ങൾ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, ഈ കൊന്തയ്ക്ക് ബെനിഫിറ്റ് കൊന്തയ്ക്ക് പൈസ കൊടുത്തിട്ടുള്ളവർക്ക് അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾക്ക് കൊന്ത ലഭിക്കുന്നതായിരിക്കും. അപ്പോഴ് അവരുടെ ജവന്മാരയില് മാതാവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. രാവിലെ 9:30 മണിക്ക് തന്നെ പ്രാർത്ഥന ആരംഭിക്കും. നമ്മളിവിടെ ജനിക പ്രാർത്ഥന നടത്തുന്നത് നമ്മുടെ തന്നെ വീടിന്റെ ചുറ്റും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് ജനിക പ്രാർത്ഥന. ആ ജനിക പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വീടിന്റെ ചുറ്റുമാണ് നമ്മൾ നടന്ന് പ്രാർത്ഥിക്കുന്നത്. അതിലൂടെ ഒരുപാട് മാറ്റമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ ലഭിക്കുക. ഒരുപാട് മാറ്റം ലഭിക്കുന്നുണ്ട്. ഇപ്പോഴ് ഏതാണ്ട് 4:15 മണിയായപ്പോൾ മുതൽ സമയം ഒരുപാടായി എന്നിങ്ങനെ മനസ്സിലാകുലത 5 പേര് മനസ്സിലിങ്ങനെ ആകുലത ചിന്തിക്കാൻ തുടങ്ങി. സമയം ഒരുപാടായി 4:15 ആയപ്പം വരുമ്പം 4:30 മണിയായി. ഈ ആകുലതപ്പെട്ടുകൊണ്ടിരുന്നവര് കരങ്ങൾ ചേർത്ത് ആരായിരുന്നാലും പക്ഷേ യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആകുലതയോ ഉത്കണ്ഠയൊന്നും ചിന്തിക്കണ്ട. ദൈവം നിങ്ങൾക്ക് വിടുതല തരും. ഇത്രയെല്ലാം നേരത്തെ അനുഭവങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത 2 പേര് ഇപ്പോഴും ഇതിനൊക്കെ ശരിയാണോ, ശരിയായിരിക്കുമോ? അതിലൊരാള് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഇങ്ങനെ പറയുമ്പോ കൈവെക്കണമെന്ന്. അതിപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുക അവര്, ഇത് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നതായിരിക്കും ഇങ്ങനെ പറയുമ്പോ കൈവെക്കണമെന്ന് എന്നൊക്കെ ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഇരുന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. അങ്ങനെയുള്ള
മൂന്ന് പേര്, രണ്ടുപേരായിരുന്നു ഈ ചിന്ത സന്ദേശം പറയാൻ തുടങ്ങിയപ്പോൾ പോലെ ഈ ചിന്ത രണ്ടുപേർക്കായിരുന്നു ഉണ്ടായിരുന്നത്. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മുഴയുടെ കാര്യം പറഞ്ഞപ്പോൾ മുതലാണ് ഇതൊക്കെ ശരിയായിരിക്കുമോ, ഇതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണോ? അപ്പോഴേ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വിശ്വാസമില്ലായ്മയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസമില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ദൈവത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്കറിയില്ല, ദൈവം എന്താണെന്ന് അറിയുന്നില്ല, നിങ്ങളുടെ ദൈവത്തിന്റെ പ്രവർത്തനം അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച മൂന്ന് പേര് ഈ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ട്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് വരാനായിട്ട് നമുക്ക് എല്ലാവർക്കും കരങ്ങളിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ കരങ്ങൾ നീട്ടി പിടിക്കുക. നമ്മള് നിസ്സാരമായിട്ടെങ്കിലും മനസ്സിലൊരു ചിന്ത ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചിന്തകൾ പോലും തിരിച്ചറിയുന്നവനാണ് അവിടുന്ന്. ലൂക്കാർ 8:17 പറയുന്നുണ്ട്, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയും നമുക്ക് മറച്ചു വെക്കാൻ പറ്റും.